ഒരു പ്രാവശ്യം കൂടി നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് എനിക്കും ആയുസ്സും ആരോഗ്യവും നൽകി തന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവിൽ അനുഗ്രഹീത ശുശ്രൂഷ ചെയ്യുന്ന പ്രിയ ജിജി പാസ്റ്റർ, പ്രിയ ഷിബു പാസ്റ്റർ, ബഹുമാനീയ ദൈവമക്കളെല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ അവിടെ ഇവിടെ ചെതറിയിരിക്കാതെ ആ സൈഡിലുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് ശുശ്രൂഷ അനുഭവിക്കാൻ പറ്റുമെന്ന്. അടുത്തിരിക്കുന്നത് എപ്പോഴും ആരാധിക്കാനും ചൂടിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഫാനൊക്കെ നോക്കിയാൽ എല്ലാവരും നമ്മുടെ മൈൻഡ് ഇങ്ങനെയൊക്കെ പറയും. നമ്മൾ അതിനേക്ക് ഒന്ന് മറികടക്കുന്നത് അനുഗ്രഹമായിരിക്കും. ഇന്ന് എത്രാമത്തെ ദിവസത്തെ ഫാസ്റ്റിങ്? 6 കഴിഞ്ഞു. ഓക്കെ, സ്തോത്രം. ഫാസ്റ്റിങ് ശരിക്കും നമ്മൾ ആത്മാവിൽ ഉപവസിക്കാൻ നോക്കിയാൽ ഇച്ചിരി ടഫായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് രാവിലെയും വൈകിട്ടും കൂടി വന്ന് ആരാധിക്കാൻ ഇങ്ങനെയൊക്കെ നമ്മൾ ക്രമീകരിക്കും. വീട്ടിലായിരുന്നു ഇതൊന്നും പറ്റത്തില്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ ഒറ്റയ്ക്കൊന്ന് ഉപവസിച്ചു. വളരെ ടഫായ ഫൈറ്റിംഗ് ആണ് പിശാച് ഒറ്റയ്ക്കിരുന്ന് ഉപവസിക്കുമ്പോൾ നമുക്കെതിരെ അഴിച്ചുവിടുന്നത്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ വന്ന് ശുശ്രൂഷിച്ചു പോകുന്നതൊന്നും നിങ്ങൾ നോട്ട് എഴുതുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ എന്നെ ഏൽപ്പിച്ച ചിന്ത, ഒരു ഇഫക്റ്റീവ് ഫാസ്റ്റിംഗ് എന്താണ് എന്നൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. വൈകിട്ട് ഈ അന്തരീക്ഷം ഇങ്ങനെ തന്നെ നിന്ന് നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു വന്നാൽ ഒരു ആത്മീക പോരാട്ടം ഈ 2 ഏറിയകളാണെന്ന് തൊടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ദൈവവചനം ഒന്ന് തുറക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് മോർണിംഗ് സെക്ഷൻ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 John chapter 5 verses 19. 1 യോഹന്നാൻ 5:19. മതി, നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ ഞങ്ങൾ അല്പം ജനമായി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഭയ്ക്കൊരു ലക്ഷ്യമുണ്ട്, ദൈവദാസന്മാർക്ക് ലക്ഷ്യമുണ്ട്. വ്യക്തിപരമായ ചില വിഷയങ്ങളുമായി ഉപവസിക്കുകയാണ്. എന്നാൽ ഈ ആകാശത്തിൻ്റെ മണ്ഡലത്തിൽ 1000 അവകാശങ്ങളും ചൊല്ലുകളും അന്ധകാര ശക്തികളും വാർഫെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഈ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. ശക്തമേറിയ യുദ്ധം നടക്കുകയാണ്. അവയുടെ ലക്ഷ്യം ഞങ്ങൾ തന്നെയാണ്. വചനം വെളിപ്പെടരുത്, വചനം അകത്ത് വീഴരുത്, ശക്തമായി ഉപവസിക്കരുത്, വാ തുറക്കാൻ അനുവദിക്കരുത്, അന്യതാ ചിന്തകൾ ഇടണം. കർത്താവേ, വചനം അങ്ങനെ തന്നെ പറയുന്നു. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളെ ഞങ്ങൾ നോക്കുമ്പോൾ അവ വാഴ്ചകളാണ്, പ്രിൻസിപ്പാലിറ്റീസാണ്, പവേഴ്സാണ്, വിച്ച് ക്രാഫ്റ്റുകളാണ്, ഐഡിൽ വർഷിപ്പിൻ്റെ പവറുകളൊക്കെ ഉണ്ട്. അതിൻ്റെ മധ്യത്തിൽ ഈ ബിൽഡിങ്ങിനെ കുഞ്ഞാടിൻ്റെ തിരുരക്തത്തിൻ്റെ കൃപ ചോദിച്ച് മുദ്രയിട്ട് ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങയുടെ വചനം പറയുന്നു, എന്നോട് അടുത്തു വരുവീൻ, ഞാൻ നിങ്ങളോട് അടുത്തു വരും. അപ്പോൾ ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ കൃപ നൽകി തന്നതിനായി സ്തോത്രം. എങ്കിലും ഞങ്ങളുടെ രക്ഷിക്കപ്പെട്ട ആത്മാവിരിക്കുന്നത് ഒരു ശരീരത്തിലും ഒരു ദേഹിയുടെ കൂടെയാണ്. അതെപ്പോഴും ഞങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. വചനം പറയുന്നു, ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനോട് അന്നും പോരാടുന്നു, അതിന്നും കാണുന്നു. കർത്താവെ, ഞങ്ങളിൽ 2 മനുഷ്യനുണ്ട്. ഒന്ന് ജഡത്താൽ ജനിച്ചൊരു മനുഷ്യൻ, 2 ആത്മാവിനാൽ ജനിച്ചൊരു മനുഷ്യൻ. ജഡത്താൽ ജനിച്ച മനുഷ്യൻ്റെ മേൽ പാരമ്പര്യമുണ്ട്, രോഗങ്ങളുണ്ട്, പൈശാചിക അവകാശങ്ങളുണ്ട്. എന്നാൽ ആത്മാവിനാൽ ജനിച്ച മനുഷ്യൻ്റെ കൂടെ ദൈവമുണ്ട്, ക്രിസ്തുവുണ്ട്, രക്തമുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്, ദൂതന്മാരുണ്ട്. എന്നാൽ വാഗ്ദത്തപ്രകാരം ജനിച്ചവനെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് ജഡത്തിനകത്ത് കിടക്കുന്ന ശക്തികൾ ഞങ്ങളോട് പോരാടിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഇന്ന് രാവിലെ വചനത്താലും സ്തുതികളാലും
പ്രാർത്ഥനകളാലും അഭിഷേകത്താലും അതിനെ ഒന്ന് എതിർക്കുവാൻ, അതിനെ ഒന്ന് കുടഞ്ഞു കളയുവാൻ. കർത്താവേ സ്തോത്രം. അതിൻ്റെ മേൽ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് കടന്നു വന്ന ജനമാണ്. പക്ഷെ അവരവരുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇതൊക്കെ സംഭവിക്കണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ യേശുവേ, ദൈവസഭയെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുകയാണ്. ഈ 21 ദിവസവും വലിയ പ്രതീക്ഷകളും വലിയ സമർപ്പണങ്ങളും കർത്താവേ വിഷയങ്ങളുമുണ്ട്. എന്നാൽ അതിനെ ഒന്നും തൊടാൻ കഴിയാതെ വണ്ണം ശത്രു ആരെയും നിരാശപ്പെടുത്താതെ, ആരുടെയും ഉപവാസം ബ്രേക്ക് ചെയ്ത് കളയാതെ, ആർക്കും രോഗങ്ങൾ ഇടാതെ, സഭയ്ക്കകത്ത് മരണപാശങ്ങളെ അനുവദിക്കാതെ, വാഹനങ്ങൾ സൂക്ഷിക്കപ്പെട്ട് കർത്താവെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങളുടെയുണ്ട്. അവർ സൂക്ഷിക്കപ്പെടണം. കർത്താവെ സ്തോത്രം. ഇന്ന് കടന്നു വരാൻ കഴിയാത്തവരുണ്ട്, ജോലിക്ക് പോയവരുണ്ട്. സകലത്തിൻ്റെ മീതെയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥന കഴിക്കുമ്പോൾ യോബിനും അവൻ്റെ കുടുംബത്തിനു ചുറ്റും ഒരു തീമതിലായി കെട്ടിയതുപോലെ ഇന്ന് പകൽക്കാലം ഉടാപരധനകരകന ഹസ്തനാഥനകരകന ശബനപരധന അല്പനേരം എല്ലാവരും കൃപ പ്രാപിച്ച ദൈവമക്കൾ നിങ്ങളുടെ വായ്കളെ തുറന്നുകൊണ്ട്, നിങ്ങളുടെ കരങ്ങളെ മൂർച്ചയുള്ള ആയുധങ്ങളാക്കി മാറ്റിക്കൊണ്ട്, നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ നിന്ന് ചില ശബ്ദങ്ങളും ആരാധനകളും പറഞ്ഞ് ശക്തിയോടൊന്ന് ബലപ്പെട്ട് നിങ്ങൾ വിട്ടിട്ട് വന്ന ഭവനത്തെ, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ, ദൂരെയുള്ള തലമുറകളെ, സ്തോത്രം, വാഗ്ദത്തങ്ങളെ, രോഗത്തിന്റെ വിഷയങ്ങളെ, എതിരുകളെ എല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് മുദ്രയിട്ടാട്ട് രക്തത്താൽ ജയമെടുക്കുന്നു. അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറേണ്ടത് ഇപ്പോൾ അഴിയട്ടെ, നീങ്ങി മാറേണ്ടത് ഇപ്പോൾ നീങ്ങട്ടെ. വർഷങ്ങളായുള്ള സെരുബാബേലിന്റെ മുമ്പിൽ നിന്നതുപോലെയുള്ള പർവ്വതങ്ങൾ ഈ കൈയടിച്ച് നിന്റെ ജനം കർത്താവെ ആരാധിക്കുമ്പോൾ അത് തകരട്ടെ. അതെത്ര ഉയർന്നു നിന്നാലും പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ലെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ആ ശക്തി ഹോളിൽ എല്ലാ നാമത്തിനും മേലായ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുട്ടും മടങ്ങട്ട്. അടിയാത്തത് ഇപ്പോൾ അടിയട്ടെ, വീട്ടുമാറട്ടെ, രക്തത്തിൽ നിന്ന് മാറിപ്പോകട്ടെ, ശരീരത്തിൽ നിന്ന് രോഗശക്തികൾ ഇപ്പോൾ അടിയട്ടെ. അകത്ത് കയറിയിരിക്കുന്ന അന്യായ ബന്ധനങ്ങൾ ഇപ്പോൾ അഴിയട്ടെ. ഉടപരതനക രകനക. അല്പനേരം എല്ലാവരും ഒന്ന് ആരാധിച്ചേ, അല്പനേരം നിങ്ങളുടെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടട്ടെ, ആത്മാവിനൊരു ചൂട് പിടിക്കട്ടെ. ഓ സ്തോത്രം. ആത്മാവിന് നമ്മളെ ഒന്ന് ഉദ്യമിപ്പിക്കട്ടെ. ആത്മശക്തിയോടെ വേണം വചനം കേൾക്കാൻ. നാം പ്രസംഗം കേൾക്കാനല്ല പോകുന്നത്, വചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ജയമെടുക്കുന്ന ഒരു യുദ്ധത്തിനു വേണ്ടി നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഒരുക്കട്ടെ. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരട്ടെ. എല്ലാവരുടെ അകത്തും ആത്മാവ് ചലിച്ചു തുടങ്ങട്ടെ. പാഴായി കിടക്കുന്നതിന് മേൽ പരിവർത്തിച്ചതുപോലെ അസ്ഥികളുടെ അകത്ത്, മജ്ജകളുടെ അകത്ത്, തലച്ചോറുകളുടെ അകത്ത്, ആരോഗ്യത്തിനകത്ത്, വ്യക്തിപരമായ വിഷയത്തിനകത്ത് പ്രാർത്ഥിച്ച് ആരാധിച്ച് ശക്തിയോടെ ആരാധിക്കുന്ന സഭ ജയമേറ്റെടുക്കും. ആരാധിക്കുന്നവരെ സ്തോത്രം ദുഷ്ടന് തകർക്കാൻ പറ്റത്തില്ല. പ്രതികൂലത്തിന് മധ്യത്തിൽ അപ്പോസ്തലന്മാർ ആരാധിച്ചപ്പോൾ ഇരുന്ന സ്ഥലം കുലുങ്ങിയതുപോലെ കെട്ടുകൾ അടിയട്ട്. ഈ പട്ടണത്തെ പിടിച്ചു വാദിക്കുന്ന എല്ലാ അന്യായ പോരും നമ്മൾ കുറച്ചുപേര് കൈയടിച്ച് ആരാധിക്കുമ്പോൾ, അവയ്ക്കിരിക്കാൻ കഴിയാതെ വിട്ടുപോകുമ്പോൾ, പുതിയ ആത്മാക്കൾ, പുതിയ തലമുറകൾ, പുതിയ കുടുംബങ്ങൾ ഇതിനകത്തിൽ ഓ സ്തോത്രം കയറി വരട്ടെ. ആരും വിളിച്ചിട്ടല്ല, ആത്മാവ് നടത്തി ചിലതിന് ഇതിനകത്ത് കൊണ്ടുവരട്ടെ. പ്രാർത്ഥിച്ചേ. ആത്മാക്കളെ തരുത്തില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന പോരിനെ എല്ലാവരും ചേർന്ന് നമ്മൾ ഒരുമിച്ച് സ്തോത്രം, നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് നൽകാമെന്ന് പറഞ്ഞ വചനപ്രകാരം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുതിയ കുടുംബങ്ങൾ കടന്നു വരട്ടെ, പുതിയ യൗവനക്കാർ കടന്നു വരട്ടെ, അനേകം പേർ രക്ഷിക്കപ്പെടട്ടെ. ചില സ്നാനങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതിനകത്ത് നടക്കട്ടെ. എല്ലാവരുടെ മേലും സുവിശേഷക ആത്മാവ് വരട്ടെ. നിരാശ മാറിപ്പോകട്ടെ, മടിപ്പുകൾ മാറിപ്പോകട്ടെ. ആരെ കണ്ടാലും യേശുവിനെ പറ്റി പറയാൻ വായുടെ കെട്ടുകൾ അഴിയട്ടെ. അങ്ങനെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു ബ്രേക്ക് ത്രൂവിന്റെ ദിവസം ഇന്ന് പകൽക്കാലം നിങ്ങൾ
ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗം അഴിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ചിലതൊക്കെ വിളിച്ചാത്മാവിൽ പറഞ്ഞാരാധിക്കുക, ചിലതൊക്കെ വിളിച്ചാത്മാവിൽ പറഞ്ഞ് ശക്തിയോടെ ആരാധിക്കുക. ശക്തിയോടെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൾ പറഞ്ഞാട്ട് വചനം പറ. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രേ. അത് വരട്ടെ. ഇപ്പോൾ എല്ലാവരുടെ മേലും ഇതുവരെ ഉള്ള ബലം പോരാ. വാ തുറന്ന് പറ, അപ്പാ ഈ മെയ് മാസത്തിൽ ഓടാൻ എനിക്കൊരു പുതിയ ബലം ചോദിക്ക. യാചിക്കുന്ന ഏവനും ഇന്ന് പകൽക്കാലം പുതു ശക്തി ലഭിക്കും. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിക്ക. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ, വാഞ്ചിക്കുന്ന ഉള്ളങ്ങളെ സമർപ്പിക്കുന്നവരെ ദൈവം ഇന്ന് നിറയ്ക്കാതെ വിടത്തില്ല. ചോദിക്ക ശക്തിയോടെ അവരിരുന്ന സ്ഥലം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ നമുക്ക് വേണ്ടുന്നത് ഒരാത്മനിറമാണ്. എല്ലാവരും വിട്ടുകൊടുത്ത് ആരാധിക്ക. അത്യന്ത ശക്തി വരട്ടെ, ആത്മശക്തി വരട്ടെ. ചിലവരുടെ മേൽ അഗ്നി നാവുകൾ വരട്ടെ, ചിലവരുടെ നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. പുതിയ അന്യഭാഷകൾ ഒരു നദി പോലെ ഒഴുകട്ടെ. വിശ്വസിക്കുന്നവരുടെ അകത്തുനിന്ന് അത് പുറത്തേക്ക് ഒഴുകുമെന്ന് വചനം പറഞ്ഞാൽ ആമേൻ പറ. നിങ്ങളുടെ അകത്ത് നിങ്ങൾ അറിയാത്ത ഒരു സന്തോഷം, ചില ഭാരങ്ങൾ നിങ്ങളിൽ ഇപ്പോൾ അഴിയട്ടെ. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ചില ചിന്താകുലങ്ങൾ അഴിഞ്ഞു മാറിപ്പോ. എല്ലാവരും ആരാധിക്കുക, എല്ലാവരും വായികളെ തുറക്ക. നമ്മൾ പ്രാപിക്കാൻ കടന്നു വന്നവരാ. ആരും മൗനമായി ഇരിക്കരുത്. എല്ലാവരും വായികളെ തുറന്ന് നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനുള്ള ഒരു ആരാധനയെ എല്ലാവരും വിട്ടുകൊടുത്താട്ട്. ആ കരങ്ങൾ രണ്ടും അടിച്ച് യുദ്ധത്തിനായി നിങ്ങളുടെ കരങ്ങളെ ദൈവം അഭ്യസിപ്പിക്കട്ടെ. പോരിനായി നിങ്ങളുടെ വിരലുകളെ ആയുധമാക്കി തീർക്കട്ടെ. അകക്കണ്ണുകൾ തുറക്കട്ടെ. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ഭവനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശക്തികൾ അഴിയട്ടെ. തലമുറകളോടുള്ള പോരുകൾ ആലയത്തിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ പുറത്ത് പരിശുദ്ധാത്മാവ് അഴിക്കട്ടെ. വിശ്വസിക്കുക. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഒരു ധൂപമായി ഉയരട്ടെ. അപ്പോൾ ദൂതന്മാർ ധൂപ കലശമെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നടക്കുന്ന പ്രാർത്ഥനകൾ ചില ദൂതന്മാർ അസൈൻമെന്റ് ആയിട്ട് വരട്ടെ. ശക്തിയോടെ ഒരുമിച്ച് ചില കോട്ടകളെ നമുക്ക് ഇടിക്കാം. സക്രിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൂതൻ ഇറങ്ങി വന്നു. ഗത്സമനയുടെ തോട്ടത്തിനകത്ത് യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൂതൻ ഇറങ്ങി വന്നു. അവനെ ബലപ്പെടുത്തിയെങ്കിൽ ഇതാ ശക്തന്മാരുടെ ബലം ഏറ്റെടുക്ക. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാൽ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ. വചനം പറ. ഇനി എനിക്ക് വയ്യാന്ന് പറഞ്ഞ ജീവിതം പാഴാക്കാതെ ഒരാത്മാവിന്റെ സാന്നിധ്യം, ഒരു അനോയിന്റിങ്, ഇതിനകത്തുള്ള അഭിഷേകം ഇതിനകത്തിൽ ചലിക്കുന്നു. ഒരഭിഷേകം ഇതിനകത്തിൽ ചലിക്കുന്നു. ഓ സ്തോത്രം. ഒരഗ്നിമയമായ പ്രസൻസുകൾ ചിലതിനെ കരിച്ചു കളഞ്ഞുകൊണ്ട് ചില വാഗ്ദത്തങ്ങൾക്ക് പുറത്തെടുക്കുന്ന അഗ്നിമയമായ പ്രസൻസ് in the mighty name of Jesus. Yes Lord, we pray and we believe. Yes, in the name of Jesus. പിതാവേ, പുത്രനെ മഹത്വപ്പെടുത്തണം. ക്രൂശിന്റെ ശക്തി, ക്രൂശിന്റെ ജയം ആഘോഷിച്ച് ആരാധിക്ക. ക്രൂശിനകത്ത് നീതി കിട്ടിയെങ്കിൽ ഇന്ന് വാത്തുറന്ന് ആരാധിച്ചിട്ട് പറ, I will receive the righteousness of the God. എനിക്കും ചില വിടുതലുണ്ട്. ആത്മാവും കൂട്ടിമുട്ടുന്നത് പോലെ അകത്തെ മനുഷ്യനിൽ നിന്ന് ശക്തിയോടെ വിടുതലേറ്റെടുത്തോ. ഇന്ന് പകൽക്കാലം കർത്താവ് ചില വിടുതലയക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഏറ്റെടുക്ക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ഒരളവറ്റ ഇംപാർട്ടേഷൻ ഇന്ന് രാവിലെ പരിശുദ്ധി ആത്മാവേ, ക്രിസ്തുവിന്റെ കാന്തയായിരിക്കുന്ന ഈ ദാസിയുടെ മേൽ ചില ഫേവറുകൾക്കായി ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ചലിക്കട്ടെ. അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നത് എല്ലാ അഭിഷക്തന്മാരും ഒരുമിച്ച് കോട്ടകൾ ഇടിയട്ടെ. പാതാള ഗോപുരങ്ങൾ തകർക്കപ്പെടട്ടെ.
പട്ടണശക്തി പിടിക്കപ്പെടട്ടെ, പട്ടണശക്തി ഓടട്ടെ. ഈ 6-ാം ദിനം കഴിഞ്ഞിരിക്കുമ്പോൾ 7-ാമത്തെ ദിവസം ഒരു ദൈവിക പദ്ധതിയുടെ ഒരു ഡെലിവറൻസിന്റെ സാന്നിധ്യമായിട്ട് ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഈ ആരാധന കൊണ്ട് മുടക്കിയിട്ടിരിക്കുന്ന ചില വിവാഹങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് പറഞ്ഞ കർത്താവ് തന്നെ എഴുന്നേറ്റ് ചില വിവാഹങ്ങൾ, സ്തോത്രം, അതിന്റെ തടസ്സങ്ങളെ, അതിന്റെ അസൂയയുടെ സ്പിരിറ്റുകളെ, അതിന്റെ പോരുകളെ ദൈവത്തിന്റെ ആത്മാവ് തൊടുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. അനുഗ്രഹിക്കപ്പെട്ട കണക്ഷൻ ഇവിടെ കൈയടിക്കുമ്പോൾ പ്രൊപ്പോസലുകളുടെ വാതിലുകൾ തുറക്കട്ടെ, ഫോൺ കോളുകൾ വരട്ടെ, ഡിവൈൻ കണക്ഷനുകൾ വെളിപ്പെടട്ടെ. ഇതിനകത്തീന്ന് സ്തോത്രം ശക്തിയോടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറത്തിറങ്ങുന്ന അഭിഷക്തന്മാരുടെ മേൽ കരങ്ങൾ ചലിക്കട്ടെ. വാതിലുകൾ കോറസിന് മുമ്പിൽ ദൈവം തുറന്നു കൊടുത്തതുപോലെ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ ഞാൻ നിനക്ക് മുൻപായി എന്റെ ദൂതനെ അയച്ച് ഞാൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കും. പ്രാർത്ഥിക്ക്. ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഓപ്പണായി. ഇതൊരു ബദലിനെ പോലെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രതികരണവും കണ്ട് may the God send the angels right now ഇവിടേക്ക്. ദാനിയേൽ ഉപവസിച്ചപ്പോൾ ദാനിയേലിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം തന്നെ ദൂതനെ അയച്ചതുപോലെ shout in the joy, സന്തോഷത്തോടെ, ഒരാഘോഷത്തോടെ. ഉപവാസം ഒരു പട്ടിണി സമരമല്ല, അത് ആഘോഷത്തിന്റെ ഒരു പുരീം ഉത്സവം അവിടെ വെളിപ്പെട്ടെങ്കിൽ ഉപവസിക്കുന്ന 2 പേർ, ഒരു മൊർദെഖായി ഒരു എസ്തേറിനെയും ദൈവത്തിന് കിട്ടിയപ്പോൾ കലങ്ങിയ പട്ടണത്തിൽ ഒരു പുരീം ഫെസ്റ്റിവൽ ഒരുക്കിയതുപോലെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി പറയുന്നു, ഒരു പുരീം വിശ്വാസത്താൽ ഇതെല്ലാം ബൈ ഫെയ്ത്ത് ആണ്. പ്രിയരെ, ആത്മാവ് പറയുന്നത് ബൈ ഫെയ്ത്തിൽ റിസീവ് ചെയ്താൽ കർത്താവേ, പുതിയ അധ്യയന വർഷം തുറക്കുകയാണ്. ഇതിനകത്തിൽ വന്നിരിക്കുന്ന ആരാധിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ല അഡ്മിഷന്റെ വാതിലുകൾ തുറക്കാൻ കർത്താവിനോട് പറയുന്നു. സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചാടെ അനേക കുഞ്ഞുങ്ങൾ അഡ്മിഷൻ എടുത്ത് ഇതിനകത്തിൽ വരട്ടെ. അനേക കുഞ്ഞുങ്ങൾ അങ്ങനെ ഇവിടെ വന്ന് കയറട്ടെ. ഇതിനകത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വദേശത്തും വിദേശത്തും ചില അഡ്മിഷന്റെ ഫേവറുകൾ, ചില സ്കോളർഷിപ്പുകൾ ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തു. പരിശുദ്ധാത്മാവിന്റെ വായിലൊരു വാക്ക് തരുന്നു, സ്കോളർഷിപ്പ് ഏറ്റെടുക്കാൻ ഏതെങ്കിലും പിതാവോ മാതാവോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലമുറയുടെ മേൽ കടന്നു പോയിരിക്കുന്ന രാജ്യത്ത് പൈസ മുടക്കിയിട്ടല്ല, സ്കോളർഷിപ്പ് പരിശുദ്ധാത്മാവ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാഴ്ച എന്നെ കാണിക്കുന്നു. ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ആമേൻ പറയാമെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയധികമുണ്ടെങ്കിലും അത് ക്രിസ്തു യേശുവിൽ ആമേൻ പറയാൻ, യെസ് ആമേൻ പറയാൻ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പുകള്, ഗവൺമെന്റിന്റെ നിയമങ്ങൾ മാറുന്നു, കുഞ്ഞുങ്ങൾക്ക് ഫേവർ കിട്ടുന്നു. ഈ ഉപവാസം ഒരു ബ്രേക്ക് ത്രൂ ആണ്. നിങ്ങൾ ഹല്ലേലൂയ കരഞ്ഞതും ദൈവ സന്നിധിയിൽ ഇരുന്നതും ദൈവനീതിയായി കണക്കിടട്ടെ. നല്ല കർത്താവേ, തുടർന്നും വചനത്തിൽ കൂടെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ആത്മശക്തിയാൽ ശുശ്രൂഷിപ്പാൻ എളിയവന് കൃപ നൽകി തരണമേ. ഞങ്ങളുടെ ഹൃദയം ഏകാഗ്രമാകട്ടെ. കർത്താവേ സ്തോത്രം. വഴിയരികിൽ വീണതുപോലെ ഇവിടെ ഇരുന്ന് ആകുല ചിന്തയാൽ വചനം കേൾക്കാൻ ആരെയും അനുവദിക്കല്ലേ. അത് നല്ല നിലത്തു വീണ് അത് കർത്താവെ 100 മേനിയായി ഈ ഉപവാസത്തിന്റെ 7-ാം ദിവസത്തിൽ അതൊരു 100 മേനിയാക്കുന്ന അനുഗ്രഹിക്കുന്ന ഒരു നല്ല പിതാവ് സ്വർഗസ്ഥൻ ഞങ്ങൾക്കുള്ളത് കൊണ്ട് പരിശുദ്ധ പിതാവേ, ഈ പുൽപ്പിറ്റിൽ അങ്ങയെയും അങ്ങയുടെ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഉയർത്തുവാനുള്ള ഒരു കൃപ ഇന്നു മുതൽ അടിയനും കടന്നു വരുന്ന ദൈവദാസന്മാരുടെ മേലും അവിടുന്ന് പകരപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം മഹത്വം എടുക്കണം. അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു ഭയങ്കര ദൈവദാസനെ ഒരു ഭയങ്കര സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദൈവം ഓപ്പൺ ചെയ്തു.
ഞാൻ അതുകൊണ്ട് വീണ്ടും പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കൂടി വരുന്നത്. കൂടി വരുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ശക്തമായി പ്രാർത്ഥനയിൽ, ആരാധനയിൽ നമ്മളൊന്ന് ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് സ്പിരിച്വൽ റലം ഓപ്പൺ ചെയ്യുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്തോത്രം തളർന്നു കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. CSI കുടുംബമാണ്. പക്ഷെ നന്നായി ദൈവസന്നിധി താഴ്ത്തി പ്രാർത്ഥിച്ചിട്ട് പോയി. 8 പേരാണ് അന്ന് രക്ഷിക്കപ്പെട്ടത്. ഒറ്റയടിക്ക് ഒരു കുടുംബത്തിലെ 8 പേർ. സ്തോത്രം. ഒരു രോഗത്തെ 8 ആത്മാക്കളായി ദൈവത്തിന് മാറ്റാൻ പറ്റി. അതേപോലെ ശക്തമായി പ്രാർത്ഥിക്കുക. അതേപോലെ സ്കോളർഷിപ്പ്. സ്തോത്രം. സെപ്റ്റംബറിനകത്ത് വിവാഹങ്ങൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവ്. കാരണം ഇതെല്ലാം ഓപ്പണാണ്. പക്ഷെ ഇതിനകത്തിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് അഭിഷേകം വേണം. പൗലോസ് പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ എൻ്റെ മുമ്പിൽ കിടപ്പുണ്ട്, പക്ഷെ എതിരാളികൾ പലരുണ്ട്. അതാണ് നമ്മൾ ആരാധിച്ചിന്ന് ബ്രേക്ക് ചെയ്ത് അതിന് മേൽ ജയമെടുക്കാൻ പോകുന്നത്. നമ്മൾ വായിച്ച തിരുവചനത്തിലേക്ക് വേഗം നമുക്ക് ഓടി കയറാം. 1 ജോൺ 5:19. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഓക്കെ, നമ്മൾ ആ വചനത്തെ ഒന്ന് റിവേഴ്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ വചനത്തെ റിവേഴ്സ് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ അവിടെ പറഞ്ഞ എന്താണെന്നറിയോ? സർവ്വലോകവും പറഞ്ഞാട്ടെ. എല്ലാവരും ഒന്ന്, ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്, എല്ലാവരും വചനം ഏറ്റു പറയണം പ്ലീസ്. ഒരു നിമിഷം. നമ്മൾ ഈ വചനം കേട്ടോണ്ടിരുന്നാൽ വിടുതൽ കിട്ടത്തില്ല. വചനം കൺഫസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? അതെഴുതിയ ആത്മാവ് അതിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ വായിച്ച വചനം എന്തുവാ? നാം സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവമക്കളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ ഒരു കാര്യം നമുക്ക് ഫ്രീ ആയിട്ട് ഈസി ആയിട്ടോ കിട്ടത്തില്ല. ഹലോ, എല്ലാവരും കേട്ടോ? കേൾക്കുന്നുണ്ടോ? ഒരു രോഗസൗഖ്യം പ്രാപിക്കണേ പോലും നമ്മൾ വില കൊടുത്തേ മതിയാകത്തുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഒന്ന് എല്ലാവരും ഏറ്റു പറയാമോ? സർവ്വലോകവും അപ്പൊ ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്ന ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം? കൈവശമാക്കണം. ഹലോ, കേൾക്കുന്നുണ്ടോ? കിങ്ഡം ഓഫ് ഗോഡിന്റെ പ്രിൻസിപ്പിളാ ദൈവം മുമ്പിൽ വെക്കും, പോയി എടുത്തോണം. എടുത്ത് ദൈവം തരുത്തേയില്ല. എത്ര പേര് അത് മനസ്സിലാക്കുന്നു? സിസ്റ്റേഴ്സ്, ആൻറ്റിമാരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പഴയ നിയമത്തിലും ദൈവം കനാനെ ഒരുക്കി മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് പോയി പ്ലീസ്. വാഗ്ദത്വമുണ്ട്, ദൂതുണ്ട്, ഒന്നും കിട്ടത്തില്ല. ഒരു വാഗ്ദത്വമുണ്ടെങ്കിൽ, ഒരു ദൂതുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഇത് എനിക്കുള്ളതാ. സ്തോത്രം. പക്ഷേ ഇത് എനിക്കുള്ളതാന്ന് പറയുമ്പോൾ ഒന്നും നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റത്തില്ല. കേൾക്കുന്നുണ്ടോ? ദൈവം ഇത് ഒരുക്കിയിടുന്നത് ഏതാ? സ്പിരിച്വൽ റലത്തിലാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? പോയി എന്ത് ചെയ്യണം? കൈവശമാക്കണം. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞേ. എന്ത് ചെയ്യണം? പറഞ്ഞേ പിതാക്കന്മാരൊന്ന് പറഞ്ഞേ, മക്കളെ ഒന്ന് പറഞ്ഞേ. സ്തോത്രം. എന്ത് ചെയ്യണം? അത് നമ്മൾ എന്ത് ചെയ്യണം? കൈവശമാക്കണം. നമ്മളതിനെ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞേ. നമ്മളതിനെ എന്ത് ചെയ്യണം? പൊസസ് ചെയ്യണം, അല്ലെ ക്യാപ്ചർ ചെയ്തെടുക്കണം. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത്, പ്രൊഫസി നമ്മുടെ സ്പിരിച്വൽ എഡിഫിക്കേഷന് ദൈവം ഉപയോഗിക്കും. പക്ഷെ പ്രൊഫസിയുടെ വേട് വീഴുമ്പോൾ ബൈബിള് നന്നായി പഠിച്ചാൽ ആ നിമിഷം തൊട്ട് പോരാട്ടവും ഉയരും. ഇതാരും നമ്മൾ ഗ്രഹിക്കത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? പിശാച് നമ്മളെ ഇഗ്നോറൻ്റ് ആക്കും. എന്നിട്ട് വന്നിട്ട് പിശാച് പറയുന്നത് എന്താണെന്നറിയോ? ആ ദൂത് നടന്നില്ല. ഇത് ഞാൻ വർഷങ്ങൾ പഠിച്ചതാണ്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു, ആഫ്രിക്കയിൽ പോകാൻ ദൂത് കേട്ടു. 8 വർഷം പ്രാർത്ഥിച്ചു, അവിടെ എത്തി. കേൾക്കുന്നുണ്ടോ? ഇനി നമ്മളെല്ലാം അങ്ങ് വിട്ടേരെ. പൗലോസ് അപ്പോസ്തലനെ ഒന്ന് ശ്രദ്ധിച്ചേ. ആ രാത്രിയിൽ കർത്താവ്, പാസ്റ്ററാണോ അല്ല, കർത്താവ് പൗലോസിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ എവിടെ കൊണ്ടുപോകും? റോമിലെത്തിക്കും. ആരാ പറഞ്ഞത്? കർത്താവ്. പ്രവാചകനൊന്നും അല്ല പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ? ആ ദൂത് വീണ ഉടനെ 40 യഹൂദന്മാർ എന്ത് ചെയ്തു? എതിർ പ്രാർത്ഥനകളുടെ ഉപവാസത്തിലേക്ക് കയറി. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ 40 എടുക്കുമ്പോൾ ഇതിൻ്റെ മറു സൈഡിൽ നമ്മളെ ഒതുക്കാൻ പലരും ചെയ്യുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഞാൻ ആ PMG പ്ലാമൂട് ജംഗ്ഷൻ കുറച്ചു നേരം ട്രാഫിക്കിനകത്തിൽ അകപ്പെട്ടപ്പോൾ കർത്താവിനോട് പറഞ്ഞു, മക്കളെ ചെന്ന് ആ ദൈവസഭയോട് പറ, ഈ അന്തരീക്ഷം മൊത്തം അന്ധകാര ശക്തികളാണ്, അതിനെ മറികടക്കാൻ നീ അവരോട് പറയാൻ പറഞ്ഞു.
കേൾക്കുന്നുണ്ടോ? സ്തോത്രം. പ്രിയരെ, ആ ദൂത് ഞാൻ അങ്ങനെ പറഞ്ഞുവിടും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ താഴ്മയോടെ എൻകറേജ് ചെയ്യാം. ദൈവദാസന്മാർ നിങ്ങളോട് പരിശുദ്ധാത്മ പൂർണ്ണരായി പറയുന്ന ദൂതുകൾ നിറവേറാൻ ദൈവം പറയുന്നു. പക്ഷെ നിങ്ങളത് കൈവശമാക്കാത്ത കാലത്തോളം നിങ്ങൾക്കത് ലഭിക്കത്തില്ല. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. നിങ്ങൾക്ക് കിങ്ഡം പ്രിൻസിപ്പിൾ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ആ രാത്രിയിൽ 40 യഹൂദന്മാർ ഇനി ഇവനെ കൊല്ലാതെ ഞങ്ങൾ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഉപവാസം തീരുമാനിച്ചു. പക്ഷെ പറഞ്ഞത് തമ്പുരാനായതുകൊണ്ട്, ആ ഭക്തൻ ഏറ്റെടുക്കാൻ മനസ്സുണ്ടായിരുന്നുകൊണ്ട്, ആ രാത്രിയിൽ പൗലോസിന്റെ പെങ്ങളുടെ മകനെ തമ്പുരാൻ എന്ത് ചെയ്തു? സെഞ്ചൂറിയന്റെ അടുത്തേക്ക്, പടനായകന്റെ അടുത്തേക്ക് അയച്ചു. ഇന്ന് രാവിലെ ഞാൻ ഒരു ദൂതൂടെ പറഞ്ഞ് വചനത്തിലേക്ക് കയറുക. ഇവിടെ വെളിപ്പെടുന്ന ദൈവ ശബ്ദങ്ങളെ ഏറ്റെടുക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെന്ന് ദൈവത്തിന് ഉറപ്പ് കിട്ടിയാൽ, സ്വർഗം അയക്കേണ്ടവനെ നാം പോലും അറിയാതെ അയച്ചു വിടുതൽ തരും. എത്ര പേർ ആമേൻ പറയും? ഒന്നുകൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ അതൊന്ന് ഏറ്റെടുത്തേ. പൗലോസിന്റെ പെങ്ങളുടെ മകൻ പോയതൊന്നും പൗലോസ് അറിഞ്ഞില്ല. കേൾക്കുന്നുണ്ടോ? അവൻ പടനായകനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കൂടിയാലോചന നടക്കുന്നുണ്ട്. ദൈവവേദനെ കൈയടിച്ച് ആത്മനിറവിൽ ആരാധിച്ച് ഈ ഉപവാസം മുന്നോട്ട് കൊണ്ടുപോയാൽ നാം പോലും അറിയാതെ നമുക്കെതിരായുള്ള വിരോധമായ ശത്രുവിന്റെ പദ്ധതികൾക്ക് വിരോധമായി ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കും, ദൈവം ചിലരെ അയക്കും, ദൈവം ചിലത് ചെയ്തിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അകത്തൊരു ബലമൊന്ന് ഏറ്റെടുത്തേ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ഈ ഉപവാസത്തിൽ 7-ാം ദിവസം ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട് ദൈവം ചിലത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ബുദ്ധിക്കപ്പുറമായി ഡെസ്റ്റിനിയെ, ദൈവം എഴുതി വച്ചിരിക്കുന്ന പദ്ധതിയെ പലപ്പോഴും തടഞ്ഞു എങ്കിലും വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു, മോളെ, നിന്റെ അകത്ത് നീ കേട്ട ദൈവ ശബ്ദവും നീ പ്രാർത്ഥിക്കുന്നതും അനുസരിച്ച് നിനക്ക് വേണ്ടി ഈ മെയ് മാസം 8-ാം തീയതി നിനക്ക് വിരോധമായ കൈയെഴുത്തുകളെ ഈ ദൂത് കൊണ്ടും ഈ പ്രാർത്ഥന കൊണ്ടും ഈ ഉപവാസം കൊണ്ടും മാറ്റി നീ ഗ്രഹിക്കാൻ പറ്റാത്ത ഒരു അൺമെറിറ്റഡ് ഫേവറുകൾ നിന്നെ എതിരേൽക്കുന്ന ദിവസങ്ങൾ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുക. അതുകൊണ്ട് നീ വിശ്വാസത്തിൽ ഉറച്ചവളായി. Don't look to the situation, don't look to the circumstances, but as you heard in this morning about the word of God and the prophecy by the Holy Spirit, if you take it, you will see the glory of the God in coming days. ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്തെടുക്കട്ടെ. അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഓരോ ദൂതിന്റെ മേലും പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യത്തെ ഓർത്ത് സഭ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഓ സ്തോത്രം ഒന്ന് ആരാധിച്ചാട്ടെ. സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. നിങ്ങളുടെ ചില വഴികൾ ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. നിങ്ങളുടെ ചില വാഗ്ദത്തങ്ങൾ ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. അവൻ അതിനെ അടച്ചു വച്ചിരിക്കുന്നു. അതിനവനെ എതിർക്കുന്നു. അവൻ പറയും, ഞാൻ പിടിക്കും, ഞാൻ പിന്തുടരുമെന്ന് പറയുമ്പോൾ ഇന്ന് കരമടിച്ച് കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ജയമെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ആശയറ്റുപോകും. ദൈവം അവനെ തൊടും. ദൈവം അശക്തിയെ ശാസിക്കും. യെസ്, യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ യഹോവ നിന്നെ ഫൽസിക്കുന്നു. എത്ര പേർ ഈ വചനം ദൂതേറ്റെടുത്താൽ നിങ്ങൾ അറിയാതെ ആത്മമണ്ഡലത്തിൽ ദൈവം തന്റെ പുത്രന്റെ അധികാരത്തിൽ ചിലതിനെ ശാസിക്കുന്നത് കണ്ട്, ചിലത് അടിയുന്നത് കണ്ട് ആത്മാവിൽ ജയം ഏറ്റെടുക്കുക. ഒരു വലിയ ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്തിൽ വരുന്നു. ഇതിനകത്തിൽ വരുന്നതിന് ഡ്രൈ ആക്കി വെച്ചുകൊണ്ട് ഒതുക്കുന്ന ഒരു പോരിനെ സഭയെ ഒരുമിച്ച് ഒന്ന് ആരാധിച്ചിട്ട് പറ, പുറത്തുപോ, നിനക്ക് ഞങ്ങളോട് ഇനി കാര്യമില്ല. ഇതിനകത്തിൽ കാലുവെക്കുന്നവർ അഭിഷേകം പ്രാപിക്കട്ടെ, അവർ നിറയട്ടെ. ഈ ദിവസം കൊണ്ടൊരു ഉണർവ്. യെസ്, അല്പനേരം എല്ലാവരും ഒന്ന് ആരാധിച്ചേ.
ശക്തിയോടെ ആരാധിച്ചേ. നിനക്കല്പമേ ശക്തിയുള്ളൂ, നിനക്കല്പമേ ശക്തിയുള്ളൂ. പക്ഷെ നീ എന്റെ വചനത്തെ കാക്കുന്നത് കൊണ്ട്. യെസ്, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, ശക്തിയോടെ, ശക്തിയോടെ. എല്ലാവരും വിട്ടുകൊടുക്ക, വിട്ടുകൊടുക്ക, വിട്ടുകൊടുക്ക. ആത്മാവിൽ പോരാടിക്കേറ്, ആത്മാവിൽ പോരാടിക്കേറ്, ആത്മാവിൽ പോരാടിക്കേറ്, ആത്മാവിൽ പോരാടിക്കേറ്. ആത്മാവിന്റെ ശക്തിയുടെ മുൻപിൽ യെസ് യെസ് വാഞ്ചയോടെ അത് പ്രാപിക്കുന്നെങ്കിൽ ഒതുക്കി വച്ചിരിക്കുന്ന മണ്ഡലങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ചില അന്യായ ബന്ധനങ്ങളെ, ചില അന്യായ ബന്ധനങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് അഴിക്കും, ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചിരിക്കും. പ്രാർത്ഥിക്ക്. സഭ ആരാധന നിർത്തല്. സഭശക്തിയോടെ ആരാധിച്ചാട്, സഭശക്തിയോടെ ഒരുമിച്ച് ഒരുമിച്ച് അവർ ഒരുമനപ്പെട്ട് 120 പേർ ഒരുമനപ്പെട്ടതുപോലെ സഭയ്ക്കകത്തില് ഭിന്നത വരുത്തുന്ന, ഭിന്നതയിൽ വിതയ്ക്കുന്ന ആ ദുഷ്ട പോരിനെ ഒരുമിച്ചൊന്ന് ശാസിച്ചേ, ഒരുമിച്ചൊന്ന് ആരാധിച്ചേ. അടിത്തറ ഒരുക്കിയെടുക്കാതെ ഡിസ്ട്രാക്ഷൻ സ്പിരിറ്റുകൾക്കെതിരെ ഈ ഉപവാസത്തിൽ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, എന്നാൽ ഞങ്ങൾ കോട്ടകളെ ഇടിക്കുവാൻ തക്കവണ്ണം ഡിവൈൻ വെപ്പൺസ്, ചില ഡിവൈൻ വെപ്പൺസ്, ചില വാക്കുകള്, ചില അന്യഭാഷകള്, ചില വചനത്തിന്റെ വാള്, ചില അഭിഷേകത്തിന്റെ കൃപ. യെസ്, നിങ്ങളുടെ റാങ്ക് മാറ്റട്ടെ. ഇന്ന് പകൽക്കാലം നിനക്കൊരു സ്പിരിച്വൽ എഡിഫിക്കേഷൻ തരാൻ, നിന്റെ ഹൈറാർക്കിയെ ഒന്ന് മാറ്റാൻ ദൈവാത്മാവ് എന്നോട് അങ്ങനെ പറയുന്നു. നിന്റെ ഹൈറാർക്കി നീ ഇത്ര മതിയെന്ന് പിശാച് പറയുമ്പോൾ അതിന് മുകളിലേക്ക് ഒരു സ്പിരിച്വൽ വെപ്പൺസ്. യെസ് യെസ്, എല്ലാവരും ഒന്ന് ആരാധിച്ചേ, എല്ലാവരും ഒന്ന് ആരാധിച്ചേ. ചില സ്പിരിച്വൽ വെപ്പണുകൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. ശക്തിയോടെ വിട്ടുകൊടുക്കാൻ, ശക്തിയോടെ, ശക്തിയോടെ ആരാധിക്കാൻ. ചിലതിനെ വെട്ടാൻ, ചിലതിനോട് നോ പറയാൻ, ചിലതിനെ ശാസിക്കാനുള്ള ഡിവൈൻ വെപ്പൺസ്. യെസ് 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 ലോർഡ്. രാധേ ഹസേഖേ ശഖബ റോധോന. യെസ് യെസ്, ഡിവൈൻ വെപ്പൺസ്. ചിലവരുടെ റാങ്കുകളെ ദൈവാത്മാവ് മാറ്റുക. റിസീവ് 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 ന്യൂ വെപ്പൺസ്. ഓ യെസ്, റാങ്ക് മാറ്റുന്ന അഭിഷേകത്തിനെ റാങ്ക് മാറ്റുന്നു. ചില റാങ്കുകൾ കൊണ്ട് നമുക്ക് ചിലയിടത്ത് നിൽക്കാൻ പറ്റൂ, അതിനപ്പുറത്തേക്ക് കയറാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ശക്തികളാകട്ടെ, പാരമ്പര്യ പോരുകളാകട്ടെ, ദുരാത്മ മണ്ഡലങ്ങളാകട്ടെ, അതിന്റെ അകത്തേക്ക് കയറുന്ന ഒരു ഹൈറാർക്കിയുടെ, ഒരു വെപ്പൺസുകളുടെ ഒരു പ്രൊമോഷൻ ഇൻ സ്പിരിറ്റിൽ റിസീവ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവാലോചന പറയുന്നു. Yes, Lord, we believe in the signs, we believe in the wonders, we believe in the move of the Holy Spirit, we believe in the blood of Jesus, we believe in the word of God, we believe in the spiritual realm. അതിന് വിരോധമായി ബുദ്ധിയുടെ എല്ലാ മണ്ഡലങ്ങളെയും, വിസ്ഡത്തിന്റെ മണ്ഡലങ്ങളെയും ദൈവിക പദ്ധതിക്ക് വിപരീതമായി സാത്താൻ ഉയർത്തിക്കെട്ടി തലയ്ക്കകത്തിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന വേൾഡ് നോളജുകളുടെ മേൽ ഒന്ന് കരമടിച്ചാരാധിക്കുമ്പോൾ ഒരു അഗ്നിമയമായ സാന്നിധ്യം കൊണ്ട് ആ ബ്രെയിൻ സിസ്റ്റത്തെ ഒരു അപ്ഗ്രഡേഷനിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോയി. പൗലോസേ, അനന്യാസ് കൈവെക്കുന്നിടം വരെ നിന്റെ സ്പിരിച്വൽ റലം വേറെയായിരുന്നു. അങ്ങനെ കർത്താവ് ചില തൊടാൻ പോകുക. ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ആത്മാവ് പറയാ, അനന്യാസ് നിന്റെ മേൽ കൈവെക്കുന്നിടം വരെ നിന്റെ സിസ്റ്റം ലോയുടേതായിരുന്നു. എന്നാൽ അനന്യാസ് കൈവച്ചപ്പോൾ അവന്റെ കണ്ണിന്റെ ചെതുമ്പൽ ഇളകി വീണപ്പോൾ അവനൊരു സ്പിരിച്വൽ റലത്തിലേക്ക്, അവനൊരു സ്പിരിറ്റിന്റെ റലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തതുപോലെ ഇന്ന് പകൽക്കാലം ചിലവരുടെ സ്പിരിറ്റ് റലത്തിന് ഒരു ഷിഫ്റ്റിങ് ദൈവത്തിന്റെ ആത്മാവ് തരുന്നു. ദൈവത്തിന്റെ ആത്മാവ് സ്പിരിച്വൽ റലത്തെ മാറ്റാൻ പോകുന്നു. ബുദ്ധി അഫലമാകട്ടെ, ബുദ്ധി അഫലമാകട്ടെ, അറിവുകൾ അഫലമാകട്ടെ,
പകരം പരിശുദ്ധാത്മാവിന്റെ ഒരു തൈലാഭിഷേകം. അപ്പന്റെ ആടിനെ നോക്കാൻ പോയവൻ പ്രവചിച്ചു മടങ്ങി വന്നതുപോലെ വീട്ടിൽ കയറാതെ അഭിഷേകത്തിന്റെ ഒരു തലം കൊണ്ട് സ്തോത്രം അകത്തു കയറുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ അസൈൻമെന്റുകൾ നടക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്. പരിശുദ്ധാത്മാവ് ഓൾറെഡി ശുശ്രൂഷ ഏറ്റെടുത്തു. പരിശുദ്ധാത്മാവ് എൻ്റെ കയ്യിൽ നിന്ന് ശുശ്രൂഷ പോയി കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് അത് ചെയ്യട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് രേഖാഭരതനഭ. കർത്താവേ, ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഹല്ലേലൂയ. സഭ ഇനി അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. കർത്താവിൻ്റെ ദാസനെ, ഞാൻ വന്ന് മുമ്പിൽ നിന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിച്ചത് വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ, പാരമ്പര്യങ്ങൾ ഇവയെ ഇനി ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഡിവൈൻ വെപ്പൺസ്. ഞാൻ വീണ്ടും പറയുക, ഓരോ ശുശ്രൂഷകൾക്ക് ഡിഫറെൻ്റ് ഹൈറാർക്കിയാണ് ദൈവം നമുക്ക് തരുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷിച്ച ദേശത്തിൻ്റെ പോരല്ല ഇവിടെ ഉള്ളത്. ഈ പട്ടണത്തിൽ പ്രത്യേകിച്ച് ഈ ദൈവസഭയോടുള്ള പദ്ധതിക്ക് വിപരീതമായി വളരെ ഈവിൾ സ്പിരിറ്റിൻ്റെ പ്ലാനുകളുണ്ട്. ആ വാക്ക് തേണ്ട പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, പ്രോസ്പർ ആകരുത്. നിങ്ങൾക്ക് ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തു. നിങ്ങൾ പ്രോസ്പർ ആകരുത്, പ്രോഗ്രസീവ് ആകരുത്, ഗ്രോത്ത് ഉണ്ടാകരുത്. ഈ 3 തലമാണ് സാത്താൻ്റെ സ്ട്രാറ്റജി. ഇതിനെയാണ് നമ്മൾ പ്രാർത്ഥിച്ചഴിക്കേണ്ടത്. ഒന്നുകൂടെ ഞാൻ വാക്ക് പറയാം. ഇവിടുത്തെ ദൈവദാസന്മാരും ദൈവദാസിമാരും ഒരു പരിധി വരെ സാത്താനോട് യുദ്ധം ചെയ്ത് ജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ 3 വാക്കുകളും എഴുതി വെച്ചു. 1, നീ പ്രോസ്പർ ആകരുത് എന്ന് വെച്ചാൽ നീ പുരോഗതി പ്രാപിക്കരുത്. സ്തോത്രം. പ്രോസ്പർ ആകരുത്. അടുത്തത് പ്രോഗ്രസ് ആകരുത്. എന്നും കുന്ന് ഇങ്ങനെ ഇരിക്കാവും. മുന്നോട്ട് ഒരടി കർത്താവിൽ വളരരുത്. കേൾക്കുന്നുണ്ടോ? മലയാളത്തിൽ എഴുതേണ്ടിവർ എഴുതി. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് ഓൾറെഡി ശുശ്രൂഷ ഏറ്റെടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് ശുശ്രൂഷ പോയി. അപ്പോഴേ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, ഇനി 3ാമത്തെ കാര്യം പ്രോസ്പർ ആകരുത്, പ്രോഗ്രസ് ആകരുത്, ഗ്രോത്ത് ഉണ്ടാകരുത് എന്നൊരു ലിമിറ്റ്. ഇതിനെതിരെയുള്ള ശക്തികൾക്കെതിരെ നമ്മൾ പ്രാർത്ഥിച്ച് ജയിക്കണം. ഇംഗ്ലീഷ് ഫെലോഷിപ്പിനോടുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ള 3 ഫൈറ്റിംഗായി കണ്ടത്. പ്രോസ്പർ ആകരുത്, പ്രോഗ്രസ് ആകരുത്, ഗ്രോത്ത് ഉണ്ടാകരുത്. ഇത് 3 തലമാണ്. പ്രോസ്പർ എന്ന് വെച്ചാൽ ഉള്ള അനുഭവത്തിൽ നിന്ന് അപ്ഗ്രേഡ് ആകരുത്. കയറണം, മൂക്കും കുത്തി താഴെ വീഴും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ 10 വർഷം ഉണ്ടായിരുന്നു. അതിന് എന്നോട് ഡിഫെൻഡ് ചെയ്ത സ്പിരിറ്റ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പാരമ്പര്യമായ ഒരു അധികാരമായിരുന്നു. പലപ്പോഴും ദൂത് കേട്ടു, ഞാൻ ചിരിച്ചു തള്ളി. പിന്നീട് ഒരിക്കൽ കർത്താവ് എനിക്ക് ബുദ്ധി പറഞ്ഞു, മോനെ, നിന്റെ ശുശ്രൂഷ ഈ ലെവലേ ആയിട്ട് നീ മേപ്പോട്ട് പോകത്തില്ല, ഇവിടെ വരെ വരും, പക്ഷെ നീ താഴെ പോകും. അന്ന് ഞാൻ അത് ഏറ്റെടുത്തപ്പോൾ, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അസാധാരണമായ ഷിബു പാസ്റ്ററെ ഈ ലെവലിൽ ഞാൻ കയറി. അതുകൊണ്ടാണ് പറയുന്നത്, നീ പ്രോസ്പർ ആകരുതെന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്നോണം, ഇതിന് മുന്നോട്ട് നീ വരരുത്. കേൾക്കുന്നുണ്ടോ? ഇനി അടുത്തത് പ്രോഗ്രസ് ആകരുത്. സ്തോത്രം. അടുത്തൊരു ലെവലിലേക്ക് നിനക്ക് ഒരു പടി നീ കയറരുത്. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. അടുത്തത് പ്രോസ്പറും പ്രോഗ്രസിനോടൊപ്പം നിനക്ക് വളർച്ചയുണ്ടാകരുത്. സ്തോത്രം. ഇതാണ് ഈ ദൈവസഭയോടുള്ള 3 ഫൈറ്റിംഗ് ഏരിയ. ഇതിനാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞത്, നമ്മുടെ ഹൈറാർക്കി, നമ്മുടെ റാങ്ക് നമ്മൾ പ്രാർത്ഥിച്ച് അപ്ഗ്രേഡ് ചെയ്യണം. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. വരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഒരു ഹൈറാർക്കിയുണ്ട്. ആ വെപ്പൺ ദൈവത്തിൽ നിന്ന് കിട്ടാത്തവർ പോയി ശാസിച്ചാലെങ്ങും ഒന്നും നടക്കത്തില്ല. കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന. ഓരോ ഇടത്ത് പോകാനും ഓരോ പ്രാർത്ഥനയുടെ റലം ഞാൻ പ്രാർത്ഥിച്ചു പ്രാപിക്കും. കാരണം എല്ലായിടത്തും ഒരേ സ്പിരിറ്റ് അല്ല. ഈ കഴിഞ്ഞ സ്തോത്രം ഒരു 2.5 മാസം കൊണ്ട് 36 വയസ്സ് ഉള്ള ഒരു തളർവാദ സ്ട്രോക്ക് വന്ന പെൺകുട്ടിയെ പ്രാർത്ഥിക്കാൻ എഴുന്നേൽപ്പിക്കാൻ 2.5 മാസം കൊണ്ട് ഞാൻ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം.
ഈ കൈ മൊത്തം പോയി, ഇപ്പം 2 കൈ നിവർന്നു വന്നു, ഇനി 3 ഇത്രയായി. നേരത്തെ ഇങ്ങനെ എടുക്കത്തുള്ളൂ, ഇപ്പം ഇങ്ങനെയായി, വാ പൊക്കാറായി. ഇന്നലെ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. കാല് ഒരെണ്ണം പരലൈസ എല്ലായിട്ടേ നടക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ കൃപയാൽ അത് ബെറ്ററായി വരുന്നു. സ്ട്രോക്ക് വന്നപ്പം നാവിൻ്റെ സംസാരശേഷി പോയി. പ്രാർത്ഥിച്ച് ഇപ്പോൾ 80% ഓക്കെ ആയിട്ടുണ്ട്. ഈ മാസത്തെ എൻ്റെ ടാർജറ്റ് സ്വന്തമായിട്ട് നടന്ന് വീട്ടിൽ കയറി പോകണമെന്നുള്ള. പക്ഷെ ഇതിനൊക്കെ നമ്മൾ നമ്മുടെ റാങ്ക് വർദ്ധിപ്പിക്കണം. സ്തോത്രം. അങ്ങനെ ഒരു റെലവാണ് ഇനി ഷിബു പാസ്റ്ററെ പറ്റി ദൈവത്തിൻ്റെ ആഗ്രഹം. സ്തോത്രം. നമ്മളെ ദൈവം എവിടെ വിടുന്നു എന്നുള്ള ദൂത് കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനുള്ള അതോറിറ്റി നമ്മൾ പ്രാപിക്കണം. അല്ലെ വഴി യാത്ര വെച്ച് നമ്മളെ ഡിഫെൻഡ് ചെയ്യും. ഇത്രയും പറഞ്ഞ് ഞാൻ ആ ഏരിയയിൽ നിന്ന് വിടുക. ഒന്നാമത്തെ വാക്യം ഞാൻ മേളിലേക്കൊന്ന് തിരിച്ചെടുക്കാം. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പക്ഷേ അടുത്ത വാക്ക് നിങ്ങൾ നോക്കിയേ, ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയുന്നു. മതി 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 മതി. അപ്പൊ നോക്ക്, ലോകം ആരുടെ കീഴിലാ കിടക്കുന്നേ? ദുഷ്ടന്റെ. എല്ലാരും ഒന്ന് പറഞ്ഞേ, ലോകം ആരുടെ കീഴിലാ? ചൂടശക്തിയോടൊന്ന് പറയാമോ? ദുഷ്ടന്റെ കീഴിൽ. ഓക്കെ. അപ്പൊ ദുഷ്ടൻ നമ്മൾ എവിടെല്ലാം പോയാലും അവൻ ചെയ്യാനുള്ളത് ചെയ്യത്തില്ലയോ? ചെയ്യും. കേൾക്കുന്നുണ്ടോ? മോളിപ്പോ എന്തെടുത്തോണ്ടിരിക്കുക? 11th. Now you are entering 11th or 12th? Entering 11. ശക്തമായി അസാധാരണമായ ഫേവർ എഡ്യൂക്കേഷൻ്റെ മേലും സ്തോത്രം ഡെസ്റ്റിനിയുടെ മേലും പ്രാർത്ഥിച്ച് പ്രാപിച്ചു. അതൊരു ഡെസ്റ്റിനി ചേഞ്ചാണ്. അതിനൊരൊറ്റ എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ദിവസം ശുശ്രൂഷിക്കാൻ വന്ന ഒരു ദൈവദാസൻ ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഒരു 6-7 പാസ്റ്റേഴ്സ് ഒരുമിച്ച് ദൂത് പറഞ്ഞു, ആ പെൺകുട്ടിയുടെ വിവാഹം US-ലുള്ള ഒരാളുമായിട്ട് നടക്കുമെന്ന്. പക്ഷെ ആ വിവാഹം പ്രൊപ്പോസലുകൾ ഇവരെല്ലാം മുടങ്ങിപ്പോവുകയാണ്. അങ്ങനെ മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്നപ്പം വേറെ കർത്താവിൻ്റെ ദാസനെ കൂടെ ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. പ്രാർത്ഥിച്ചു. അദ്ദേഹം തലയിലൊന്ന് കൈവച്ചപ്പം അകത്തിരുന്ന ഈ മാരേജ് ഹിൻഡർ ചെയ്യുന്ന സ്പിരിറ്റ് വെളിപ്പെട്ടു വന്നിട്ട് അത് തന്നെ പറഞ്ഞു, ഞാൻ ഇവളുടെ വിവാഹം USA നടത്തത്തില്ല, ഇവളെ ഞാൻ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബൈൻഡ് ചെയ്ത് വെക്കാൻ ഉപയോഗിച്ചത് എന്തുവാ? ഒരു ചോക്ലേറ്റാണ്. കേൾക്കുന്നുണ്ടോ? നമ്മളെല്ലാം ദൈവഹിതമല്ലാതെ പോകുന്ന പാർട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഫുഡ് ഐറ്റംസുകൾ, നമ്മൾ ചില ഒക്കേഷനുകളിൽ ദൈവശബ്ദം കേട്ടിട്ട് സ്തോത്രം പറഞ്ഞ് ബുദ്ധി കൊണ്ടുപോയി കഴിച്ച ഫുഡുകളെല്ലാം നമുക്ക് കെട്ടുകൾ തന്നെ. ഇതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ ഉപവാസത്തിൽ ഇളകി പുറത്ത് വന്ന് വിടുതൽ പ്രാപിക്കേണ്ടത്. ഇതിളകണമെങ്കിൽ മെസ്സേജ് കേട്ടാൽ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ ശുശ്രൂഷിക്കാൻ നമ്മൾ അലോ ചെയ്താൽ ഒന്നുകിൽ കർത്താവ് നേരിട്ടോ അല്ലെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നറിയോ, അത് വരുന്ന ദൈവദാസന്മാർക്കൊരു അതോറിറ്റി അങ്ങ് കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു IPC ദൈവസഭയിൽ നിന്ന് സ്തോത്രം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ച പഴകി കിടന്ന ഒരാഹാരം ഒരു സിസ്റ്ററിൻ്റെ വയറ്റിൽ നിന്ന് പുറത്ത് പോയി ശുശ്രൂഷ കൊണ്ടിരുന്നപ്പം, പക്ഷെ അവർ അങ്ങനെ അന്തരീക്ഷം അവിടെ ഒരുക്കി കിട്ടി. അതിൻ്റെ പുറത്തു പോയ സ്പിരിറ്റിൻ്റെ സ്മെല്ല് കൊണ്ട് 6 മണിക്കൂറാണ് ഞാൻ സ്ട്രഗിൾ ചെയ്തത്. അതെന്നെ വിടാതെ പിന്തുടർന്നു. 6 മണിക്കൂർ കഴിഞ്ഞാണ് എൻ്റെ മൂക്കിൽ നിന്നും എൻ്റെ തലച്ചോറിൽ നിന്നും എൻ്റെ ബോഡിയിൽ നിന്നും അത് വിട്ടുപോയത്. ആ സഹോദരി വിടുവിക്കപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഹൈറാർക്കികൾ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, എന്നും പോരും കെട്ടും ബന്ധനമായിട്ട് നമ്മൾ ജീവിതം അഴിക്കും. അപ്പോൾ സർവ്വലോകം ആരുടെ കീഴിൽ കിടക്കുന്നു? പറഞ്ഞേ, ഇനി ഒന്ന് വേഗം, എനിക്ക് ഫാസ്റ്റിങ്ങിലേക്ക് കയറണം. നിങ്ങൾ ഇത്രയും നേരം ഒന്ന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. സർവ്വലോകം ആരുടെ കീഴിൽ കിടക്കുന്നു? ഇത്രയും മനസ്സിലാക്കിയേ. പക്ഷേ ഇതുകൊണ്ട് എന്നും നമ്മളിങ്ങനെ ഇരിക്കുവോ? ഇല്ല. അതിൻ്റെ മുകളിലത്തെ വാക്യം എന്തുവാ? നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയണം. കേൾക്കുന്നുണ്ടോ? ലോകമാരുടെ കീഴിലാണ് കിടക്കുന്നേ? ദുഷ്ടന്റെ കീഴിൽ. ഒറ്റ വാക്കുകൂടെ ശ്രദ്ധിച്ചോണേ. പക്ഷെ നാം ആരാ? ഒന്ന് കൺഫസ് ചെയ്ത് ഉറക്കെ പറ. നാം ആരാ? ദൈവത്തിൽ നിന്നുള്ളവർ. അപ്പൊ തിരിച്ചെടുത്തൊരു ചോദ്യം, ദൈവത്തിൽ നിന്നുള്ളവനാണോ വലുത് അതോ ദുഷ്ടനാണോ വലുത്? അതിനോട് ഉത്തരവെന്ന് പറഞ്ഞേ, ശക്തിയോട് പറ. അതാരാ?
നമ്മൾ എന്നുള്ളതിനെ ഒന്നുകൂടെ വിട്ടുപിടിക്കാവോ? അത് ഞാനാ. പിശാചേ, നീ എന്ത് ചെയ്താലും എനിക്ക് നിന്നോട് പറയാനൊരു വാക്കുണ്ട്. ഐ ആം ഫ്രം ഗോഡ്. ഒന്ന് പറയാമോ? ഈ ഐഡന്റിറ്റി, പെന്തിക്കോസ് എന്നുള്ള വാക്കോ ബിലീവർ എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് വിട്. ഞാനത് പറഞ്ഞു, ഇപ്പോഴും നമ്മൾ ഈ പെന്തിക്കോസുകാരാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനൊക്കെ ഒരു മാറ്റം വരുത്. ഞാനൊരു ദൈവ പൈതല. വല്ലതും കേൾക്കുന്നുണ്ടോ? നമ്മുടെ ആ ഒരു ഗ്രേഡിനെ നമ്മളൊന്ന് അംഗീകരിക്കാവോ? ഇത് വൃദ്ധനായ യോഹന്നാൻ പോരാട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവസഭയോട് പറയാം, മക്കളെ, സർവ്വലോകവും ദുഷ്ടന്റെ കീഴില, പക്ഷെ ഒരു കാര്യം അറിയണം, നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാ എന്ന് വെച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റുമെന്നും നാം അവൻ്റെ തലയെ തകർക്കുമെന്നില്ലയോ? ഇതൊന്ന് അകത്ത് ഈ 7-ാം ദിവസമിട്ട് ഇതൊക്കെ പറഞ്ഞൊന്ന് കൈയടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ വിടുതൽ തന്നെ നടക്കും. ഞാൻ വീണ്ടും പറയാം, സാത്താൻ നമ്മളെ വിട്ടുപോകാത്തതിൻ്റെ ഒറ്റ കാരണം നമ്മുടെ ഇഗ്നോറൻസ് ആണ്, അറിവില്ലായ്മയാണ്. നാം ആരാന്ന് നമുക്കിതുവരെ അവനെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അവൻ നോക്കുമ്പോൾ കഷ്ടിച്ച് സൺഡേ വന്ന് കയറുന്ന ഒരു സഹോദരി, വെള്ളിയാഴ്ച വന്ന് ഏതെങ്കിലും ഒരു ചെയറിനകത്തി അവിടെ വന്ന് ഇരിക്കുന്നൊരു സഹോദരി, ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല ഇരുന്ന് കോട്ടുവാ വിടുന്ന ഒരാൾ, ചിലവർ വന്നിരുന്ന് ഉറങ്ങി താഴെ വീഴും. ഈ ഇങ്ങനെ ഉള്ളവർക്കെങ്ങാനും പിശാചിൻ്റെ അടുത്ത് എന്നിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. രാവിലെ വീട്ടിൽ ഇരുന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ച് ആരാധിച്ച് ശക്തി പ്രാപിച്ച് ഇതിനകത്ത് വന്ന് കയറിയിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഓരോ സെക്ഷനും വലിയ മാറ്റങ്ങൾ വരും. അതാണ് ഉപവാസത്തിൻ്റെ ബലം. അതല്ലാതെ രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ പോയെന്ന് ഉറങ്ങി വിശ്രമിച്ച് വൈകിട്ട് ഇങ്ങോട്ട് 6:30 വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. കാരണം സർവ്വലോകവും ദുഷ്ടൻ്റെ കീഴിൽ കിടക്കുന്നു. നമ്മളാരാ? ദൈവത്തിൽ നിന്നുള്ളവർ. ഇത്രയും കിട്ടിയേ. ഇനി നമ്മൾ ഉപവാസത്തിൻ്റെ ഡെപ്തിലേക്ക് 45 മിനിറ്റ്സ് കൊണ്ട് ഓടി കയറണം. എനിക്ക് 1 o'clock വരെയാണ് അലൗട്ട് ടൈം. സ്തോത്രം, ഞാൻ അതിനകത്തിൽ നിർത്തും. അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം കേട്ടെ. ഇനി ഒരു വചനം ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 4 verses 1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഒരു നിമിഷം ശ്രദ്ധിക്കണം, ഇത് ഉപവാസത്തിന്റെ ഒരു ഏറിയാണ്. അതല്ലാതെ എൻ്റെ പ്രിയരെ, നമ്മൾ രാവിലെ കഴിച്ചില്ല, വൈകിട്ട് കഴിച്ചില്ല, ഇതൊന്നും പിശാചിന് വിഷയമൊന്നുമല്ല. കേൾക്കുന്നുണ്ടോ? വായിച്ച വചനം നോക്കിയേ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു. അടുത്ത വാക്ക് നോക്കിയേ. ആത്മാവ് അവനെ എങ്ങോട്ട് കൊണ്ടുപോയി? മരുഭൂമി. സ്തോത്രം. അപ്പൊ ആത്മാവ് അവനെ എങ്ങോട്ട് കൊണ്ടുപോയി? പറഞ്ഞേ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഇനിയും അടുത്ത നോക്കിയേ. പിശാച് അവനെ 40 ദിവസവും പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണേ, എന്നെ നോക്കണേ. സ്തോത്രം. ആരും പുറത്തൊന്നും നോക്കരുത്, നമുക്ക് ഫോക്കസ് ആവശ്യമാണ്. അപ്പോൾ ഒരു യഥാർത്ഥ ഉപവാസത്തിലേക്ക് നമ്മൾ കയറിയാൽ നമ്മളും സാത്താനും തമ്മിൽ ഫേസ് ടു ഫേസ് അറ്റാക്കി പോകേണ്ടി വരും. ഹലോ ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നു? ഇതൊന്നും 100 സഭയെ ഫാസ്റ്റിംഗ് ഉണ്ട്, 95 അടുത്ത് ഇതൊന്നും നടക്കത്തില്ല. 2 സെക്ഷനും കുറച്ച് പ്രോഗ്രാമും നടക്കും. ഞാൻ വായിച്ചത് കേട്ടോ. യേശു 40 രാവും 40 പകലും ഉപവസിച്ചു എന്ന് മത്തായി പറയുന്നു. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ പ്ലീസ്. യേശു 40 രാവും 40 പകലും ഉപവസിച്ചു എന്ന് മാത്യു പറയുന്നു. നമ്മൾ വായിച്ച ലൂക്ക് എഴുതിയത് എന്താണെന്നറിയോ? സാത്താൻ അവനെ 40 ദിവസവും പരീക്ഷിച്ചു കൊണ്ട് ഇരുന്നു. അപ്പോൾ ഉപവാസം ഒരു വാർഫെയറാണ്. യഥാർത്ഥ ഉപവാസത്തിൽ കയറാവും. നമ്മൾ ബോധം കെടുന്നത് പോലെ നമ്മൾ വീക്കാവും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് ഇരുന്ന് നോക്കി. ഇനി അതൊന്ന് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയിലാണ്. ഞാൻ വീണ്ടും പറയാം, ഞാൻ എൻ്റെ വിഷയങ്ങളുമായി ടാർജറ്റുമായി ഉപവസിക്കാൻ തുടങ്ങി. അതിനകത്ത് കയറിയപ്പോൾ പല ദിവസവും ഞാൻ ബോധം കെട്ട് വീഴുന്നത് പോലെ എനിക്ക് അനുഭവം ഉണ്ടായി. കാരണം എന്താണെന്നറിയോ? എൻ്റെ അകത്ത് ഇരിക്കുന്ന റെസിസ്റ്റിംഗ് പവേഴ്സിന് ഈ ഉപവാസം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, താങ്ങാൻ പറ്റാതായപ്പോൾ അവ എൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടണോ എന്നോട് യുദ്ധം ചെയ്യാൻ നോക്കിയപ്പം ശരിക്കും എൻ്റെ തല കറങ്ങി. ഇതുപോലെ നമ്മുടെ ഉപവാസം നടക്കുന്നുണ്ടോ?
ഒരു നിമിഷം വന്നപ്പോഴൊരു കട്ടൻ കാപ്പി കിട്ടി. വെള്ളം ഇവിടെ വെച്ചപ്പോണ്ട് 40 രാവും 40 പകലും കഴിച്ചില്ല, കുടിച്ചില്ല. ലൂസിഫർ ഫേസ് ടു ഫേസ് നിന്നിട്ട് ഒറ്റ ചോദ്യമാണ്, നീ ദൈവപുത്രനാണോ? നീ ആണോ? ആർ യു ദ ചൈൽഡ് ഓഫ് ഗോഡ്? കേൾക്കുന്നുണ്ടോ? നമ്മുടെ പേരെന്തുവാ? ദൈവമക്കൾ എന്നല്ലേ പേരിട്ട് തന്നത്. ഇതേപോലത്തെ ഉപവാസത്തിൽ കയറാമോ? ഞാൻ വീണ്ടും പറയാം, ഉപവാസം ഒരു ടൂളാണ്, ഉപവാസം ഒരു ആയുധമാണ്. പക്ഷെ ഉപവാസം ആഹാരം വെടിയുന്ന കാര്യമല്ല. ദയവ് ചെയ്ത് നിങ്ങളുടെ ബ്രെയിനകത്തിൽ നിന്ന് ഉപവാസത്തെയും ആഹാരത്തെയും തമ്മിലുള്ള ചിന്തയൊന്ന് കട്ട് ചെയ്യണം. കേൾക്കുന്നുണ്ടോ? റിയലി മനസ്സിലാകുന്നുണ്ടോ? ദൈവം മോശയെ വിളിച്ചു, എന്ത് ചെയ്തു? എൻ്റെ അടുത്തേക്ക് കയറി വരാൻ പറഞ്ഞു. ഉപവാസം തുടങ്ങുന്നതിന് മുൻപ് ദൈവം ഏലിയാവിന് സ്വന്തം കൈകൊണ്ട് അടയും തുരുത്തി വെള്ളവും കൊടുത്തു. കേൾക്കുന്നുണ്ടോ? ഇങ്ങോട്ട് പ്ലീസ്, ഒരാൾ വന്ന് ഇരുന്നോട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. എനിക്കിനി അടുത്തൊരു സ്പിരിച്വൽ റെല ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചൂടായാലേ ദൈവം എന്നെ വീണ്ടും അഭിഷേകം ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ വീണ്ടും പറയുന്നത്, അപ്പം ദൈവം ഏലിയാവിനോട് പറഞ്ഞത്, ഏലിയാവെ നിനക്ക് അധികം ദൂരം ഓടാനുണ്ട്, നീ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് തിന്നു കുടിക്കുക. കേൾക്കുന്നുണ്ടോ? 2 പ്രാവശ്യം ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവെ നീ എഴുന്നേറ്റ് എന്ത് ചെയ്യുക? തിന്നു കുടിക്കുക. കാരണം നിനക്കൊരു 40 ദിവസം ഉപവസിക്കേണ്ടി വരും. എൻ്റെ പ്രിയമുള്ളവരെ, ഇനിയുള്ള ദിവസം 7 ആയതേ ഉള്ളൂ. ഇനി 2 7 ക്രോസ് ചെയ്യാനുണ്ട്. ഇന്നൊരു തീരുമാനമെടുക്കണം. ഉപവസിക്കുന്ന ദിവസങ്ങൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയായിരിക്കണമെന്ന് ഞാനിപ്പോൾ തൊടാം. നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് അടുത്ത 14 ദിവസം ട്രൂ ഫാസ്റ്റിംഗ് ചെയ്യാം എങ്കിൽ ഞാൻ മുമ്പേ എൻ്റെ വായിക്കൂടെ പറഞ്ഞ സകല ദൂത് ഈ ചർച്ചിനകത്ത് വെളിപ്പെടും. കേൾക്കുന്നുണ്ടോ? ഞാൻ വീണ്ടും പറയാം, ഇനിയും ദൈവത്തിന് ദൂത് പറയാനുണ്ട്. പക്ഷെ അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ പ്രാപ്തരല്ലെങ്കിൽ, സ്തോത്രം. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. സുഷമ സിസ്റ്ററെ, മുമ്പേ പറഞ്ഞ ദൂത് പെട്ടെന്ന് കയറി വന്നത് എൻ്റെ വായി തരിക. ചില വിവാഹങ്ങൾ ഈ ഉപവാസത്തോടുകൂടി തടസ്സങ്ങൾ മാറി ബ്രേക്ക് ആകണമെന്ന് പറഞ്ഞപ്പോൾ പ്രദീപിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കും. സെപ്റ്റംബർ മാസത്തിനകത്ത് അത് നടന്ന് കഴിയണം. അതിനു വേണ്ടി ഇനിയുള്ള 14 ദിവസം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രിയ സിസ്റ്ററെ, നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരുന്നതാ. സ്തോത്രം ആൻറ്റി. ഈ 14 ദിവസവും അന്ന് വെളിപ്പെട്ട ദൈവവചനത്തിൻ്റെ ശക്തിയെ തിരിച്ചു പിടിക്കാൻ തയ്യാറാണെങ്കിൽ തലമുറകളെ ദൈവം നമ്മുടെ കരത്തിൽ തരും. പിശാചിന് എന്ന് ഹോൾഡ് ചെയ്തു വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞേ, സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുക. പക്ഷെ നമ്മളാരാ എന്നുള്ളത് നമ്മൾ പിശാചിനെ തെളിയിക്കണം. 40 ദിവസം കഴിഞ്ഞ് പിശാച് 3 ചോദ്യം ചോദിച്ചു. നീ ദൈവപുത്രനാണോ എന്ന് ചോദിച്ചിട്ട് ചാടാനും കല്ലിനെ അപ്പമാക്കാനും നമസ്കരിക്കാനും പറഞ്ഞ ദൈവപുത്രന്റെ അകത്തുനിന്ന് തിരിച്ചു പറയാൻ വചനം ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് റിട്ടൺ, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നമ്മുടെ പ്രോബ്ലം എന്താണെന്നറിയോ? നമ്മൾ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ തിരിച്ചു പറയാൻ നമ്മുടെ പൂണിക്കകത്ത് വചനമെന്ന വാളും ആയുധവും ഇല്ലാതെ നിരായുധരായി, നഗ്നരായി, നേക്കടായി പലപ്പോഴും പിശാചിന്റെ മുമ്പിൽ നിന്ന് കൊടുക്കുമ്പോൾ അവന്റെ അഗ്നി അസ്ത്രങ്ങൾ ഏറ്റ് നീ മരുഭൂമിയിൽ വാടാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് അടുത്തരുളപ്പാട് പറയൂ. നീ നഗ്നയാകരുത്, നീ നഗ്നനാകരുത്. നിന്റെ മേലൊരു നീതിയുടെ വസ്ത്രമിട്ടുകൊണ്ട്. കേൾക്കുന്നുണ്ടോ? നമ്മളോട് പറഞ്ഞിട്ടില്ലേ, സുവിശേഷത്തിന്റെ ചെരുപ്പും രക്ഷയുടെ ശിരസ്ത്രവും. കേൾക്കുന്നില്ലേ? വചനമെന്ന ആത്മാവിന്റെ വാളും. കയ്യിൽ ഒരു പരിചയമുണ്ടോ എങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ഒരു ശക്തിക്കും നിങ്ങളെ ഇന്ന് തൊട്ട് ഒതുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഉപവാസത്തില് ആ കരമൊന്ന് അടിച്ചിട്ട് ദൈവത്തിന്റെ സർവായുധവർഗം നിങ്ങൾ ധരിക്കുക. നിങ്ങളുടെ അര മുറുക്കുക. നിങ്ങൾ കോടാനുണ്ട്, നിങ്ങൾക്ക് പ്രാപിപ്പാനുണ്ട്, തലമുറകളുടെ നന്മ കാണാനുണ്ട്, രാജ്യങ്ങളിൽ കാലുവെക്കാനുണ്ട്, വിവാഹങ്ങൾ നടക്കാനുണ്ട്, ആത്മാക്കൾ വരാനുണ്ട്,
പുതിയ കുടുംബങ്ങൾ വരാനുണ്ട്. നിങ്ങൾ പ്രോസ്പർ ആകാനുണ്ട്. നിങ്ങൾ പ്രോഗ്രസ് ആകാനുണ്ട്. നിങ്ങൾക്കൊരു ഗ്രോത്ത് വേണം. അതുകൊണ്ട് ഒന്ന്, ആത്മാവിൽ ആരാധിച്ച് നിങ്ങളുടെ അരമുറുക്കുക, നിങ്ങളുടെ കാലിൽ ചെരിപ്പിടുക, നിങ്ങളുടെ തലയിൽ ഹെൽമെറ്റ് ധരിക്കുക, നിങ്ങളുടെ കയ്യിൽ വാൾ എടുക്കുക, നിങ്ങളുടെ കയ്യിൽ പരിചയം ഉണ്ടാകട്ടെ. നഗ്നനാകരുത്. ആദമേ, നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ മകൻ പറഞ്ഞു, അപ്പാ ഞാൻ നഗ്നനാണ്. ഇന്ന് പകൽക്കാലം പിശാച് പല ഏരിയയിൽ നമ്മളെ നഗ്നരാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ദൂതത്തെടുത്ത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെട്ടിട്ട് നിങ്ങൾ ആയുധമെടുക്കുക. പ്രാർത്ഥിക്കുക. മതിൽ പണിയുന്ന നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. കയ്യിലൊരു വാളുണ്ട്. നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ, വചന ധ്യാനത്തെ എടുത്തു കളഞ്ഞത് പ്രാർത്ഥിച്ചെന്ന് ആരാധിക്ക്. എന്നിട്ട് പറ, കർത്താവേ, ഇന്ന് തൊട്ട് ഈ വചനത്തെ വാളാക്കുവാൻ, എന്റെ വായ്ക്കകത്ത് വചനമെന്ന വാള് വരുവാൻ, ഓ സ്തോത്രം, എന്റെ അന്യഭാഷയ്ക്ക് മൂർച്ച വരുവാൻ, എന്റെ റേലമൊന്ന് മാറ്റപ്പെടുവാൻ, ഞാൻ നീണ്ട പ്രാർത്ഥനകളിലേക്ക് കയറുവാൻ, ഇനിയുള്ള 14 ദിവസം ഹാർഡ് ഫാസ്റ്റിങ്ങിനകത്തുള്ള കയറാൻ ഈ മൺകൂടാരത്തിനുമേൽ ഒരു കൃപ തരണമെന്ന് പറഞ്ഞ് ഇന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇതാ ഇതിനകത്തില് ഓ സ്തോത്രം ഒരു സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരട്ടെ. ലോകം നിങ്ങളെ കാണാതെ, പിശാച് നിങ്ങളെ കാണാതെ, പാപം നിങ്ങളെ കാണാതെ വസ്ത്രം ധരിക്ക്. എന്നോട് വീണ്ടും ദൈവാത്മാ പറയുന്നു, ആ 2 കരവും അടിച്ച് ദൈവ പൈതലെ നീ വിട്ടുകൊടുത്ത് ആരാധിച്ച് നിന്റെ നഗ്നത മാറ്റ്. നീ നഗ്നനാ, പക്ഷെ നീ പറയുന്നത് നീ നഗ്നനല്ലെന്ന് പറയുമ്പോൾ, ഞാൻ നിന്നെ നോക്കുമ്പോൾ, പിശാച് നിന്നെ നോക്കുമ്പോൾ നീ നഗ്നനാ. നീ എന്നോട് ലേപം ചോദിച്ച് നിന്റെ നഗ്നതയുടെ വസ്ത്രം മാറ്റി നീതിയുടെ രക്ഷയുടെ വസ്ത്രം ധരിക്കുമെങ്കിൽ ഞാൻ നിന്നെ പുതിയ വഴികളിലേക്ക് നടത്താൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്ക്. ദൂത് പ്രാർത്ഥന വചനം. അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. കണ്ണിന്റെ നഗ്നത മാറട്ടെ. വായുടെ നഗ്നത മാറട്ടെ. ചെവിയുടെ നഗ്നത മാറട്ടെ. ഏത് കുഴിക്കകത്തിൽ കൊണ്ടിട്ടാലും അകത്തുനിന്നൊരു വചനം വരത്തക്ക രീതിയിൽ കെടുന്ന ബീജമല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതും ദുഷ്ടനെ ജയിച്ചതും രോഗശാന്തിക്ക് ഉതകുന്നതും പോരുകളെ വെട്ടുന്നതും വെളിച്ചം പരത്തുന്നതുമാകുന്ന ജീവന്റെ വചനം സംബന്ധിച്ച് അത് നിങ്ങളുടെ അകത്ത് നടട്ടെ. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ദൈവം നേരിട്ട് തരുന്ന വചനമായി ഇതൊക്കെ. ദൈവം പൊഴിച്ചു തരിക. പ്രാപിച്ചോ. അകത്ത് ശക്തിപ്പെട. അരമുറുക്ക്. നിന്റെ കണ്ണിനകത്തൊരു അഭിഷേകം വരട്ടെ. അഭിഷേകമുള്ള പൗലോസ് തന്റെ പുറകെ നടന്ന ആ പെൺകുട്ടിയോട് അവൻ ആത്മപൂർണനായി നോക്കി അവളുള്ള ഭൂതത്തെ ശാസിച്ചതുപോലെ നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ആത്മീക ജീവിതത്തിനെതിരെ, നിങ്ങളുടെ വീട്ടിലെ സമാധാനത്തിന് എതിരെ, തലമുറകളെ ഒതുക്കുന്നതിനെതിരെ ഉയർന്നു നിൽക്കുന്ന അശുദ്ധാത്മാക്കളെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ട് അതിന്റെ പേര് വിളിച്ച് വിട്ടുപോകാൻ പറയുന്ന ഒരഭിഷേകം ഇന്ന് രാവിലെ റിസീവ്. ഉണര് ദൈവസഭയെ, ഉണര്. കേവലം ഒരു സ്ത്രീയായി ജീവിക്കരുത്. കേവലം ഒരു ഭാര്യയായി ഒതുങ്ങല്. കേവലം തോറ്റ അമ്മയായി നിൽക്കരുത്. നിത്യത വേണമെങ്കിൽ ജയിക്കുന്നവൻ എന്നോട് കൂടിയിരിക്കും. ഇതിനകത്തിൽ ജയിപ്പിക്കുന്ന ഒരു അഭിഷേകം. യെസ് കർത്താവേ, ലോർഡ് ഐ റിസീവ് ദാറ്റ്. എന്റെ മേൽ പോലും ഒരു ജയത്തിന്റെ അഭിഷേകം ദൈവാത്മാവ് പകരുക. ജയിക്കണം, നീ ജയിക്കണം. ഞാൻ ജയിച്ചു. ജയിക്കുന്നവന് വെള്ളയുടുപ്പ്, ജയിക്കുന്നവന്റെ പേര് വിളിച്ചു പറയും. ഞാൻ എന്റെ ഓട്ടം ഓടി, നല്ല പോർ പൊരുതി, എന്റെ വിശ്വാസം ഞാൻ കാത്തു. തോക്കരുത്. ആരാധിച്ചഴിക്ക്. വിട്ടിട്ട് വന്ന ദുഷ്ടശക്തികളെ ആരാധിച്ചഴിക്ക്.
പിൻപറ്റുന്ന ഫറവോന്യ വ്യാപാരങ്ങൾക്ക് നേരെ യേശുവിന്റെ നാമമുള്ള വടി നിവർത്ത. അഴിയട്ടെ. ഈ 7-ാം ദിവസം ദൈവം മഹത്വം എടുക്കട്ടെ. യെസ് യെസ് യെസ്. ദൈവത്തിന്റെ മഹത്വം ആലയത്തിലേക്ക് മടങ്ങി വരട്ടെ. ആലയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങനെ വചനമിടുക. പണ്ട് PMG ചർച്ചിനുണ്ടായ ഒരു മഹത്വം ഈ PMG ചർച്ചിന് ഒരിക്കൽ കൂടി പെന്തക്കോസ്തൽ മാറാനാഥയുടെ മേൽ ഒന്നുകൂടെ അയക്കാൻ സ്വർഗം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽ ഇതിനകത്തിന്ന് നിലവിളികൾ ഉയരട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്ക. അപ്പ എന്റെ അഭിഷേകത്തെ എനിക്കൊന്ന് മടക്കി തരണമെന്ന്, എന്റെ കൃപയെ എനിക്കൊന്ന് മടക്കി തരണമെന്ന്. പണ്ട് എനിക്ക് ദർശനമുണ്ടായിരുന്നു, എനിക്കത് മടക്കി വേണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ മടങ്ങി വരവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ആത്മാവ് ഇങ്ങനെ നമ്മളെ ഓരോ റലത്തിലേക്ക് കൊണ്ടുപോകുക. വായിക്കാം വചനം കുറച്ച്. ഞാൻ നിങ്ങൾക്ക് ഈ ഉപവാസത്തെ പറ്റിയും തുടരണമെന്നുണ്ട്. നമുക്കെടുക്കാൻ വേഗം മാത്യു ചാപ്റ്റർ 17 വേഴ്സസ് 9. മത്തായിയുടെ സുവിശേഷം 17:9. അവൻ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുത് എന്ന് കൽപ്പിച്ചു. 17:9 വായിച്ചേ. മാത്യു തൊട്ട് താഴോട്ടൊന്ന് വായിച്ചേ. അടുത്ത വാക്യം. ശിഷ്യന്മാർ അവനോട്, എന്നാൽ ഏലിയാവ് മുൻപേ വരേണ്ടത് എന്ന്. 19ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മാത്യു 17:19 ഒന്ന് വായിച്ചേ. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. മതി. ആ വാക്യമാണ് ഞാൻ നോക്കിയത്. ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. എന്നെ ശ്രദ്ധിക്കുക. ഉപവാസം പോയ ശക്തിയെ മടക്കിയെടുക്കുന്നതാണ്. ഹലോ, നമ്മൾ വേറെ പലതും ഒന്നും ചോദിക്കേണ്ട. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവശക്തിയെ മടക്കിയെടുക്കുന്നതാണ് ട്രൂ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. യേശു ഇത് ആരോടാ പറഞ്ഞത്? ശിഷ്യന്മാരോടാ. പക്ഷേ എത്ര ശിഷ്യന്മാരവിടെ ഉണ്ടെന്നറിയോ? 9 പേര്. മൊത്തം 12 പേരുണ്ട്. അതിൽ 3 പേര് യേശുവിൻ്റെ കൂടെ എവിടെ കയറിപ്പോയായിരുന്നു? മലയിൽ പ്രാർത്ഥിക്കാൻ പോയായിരുന്നു. അപ്പോൾ ബാക്കി എത്ര പേര് താഴെ ഇപ്പോൾ ഉണ്ട്? 9 പേര്. ഈ 9 പേരുടെ അടുത്തേക്ക് സ്തോത്രം ചന്നിരോഗമുള്ള ഒരു കുഞ്ഞിനെ ഒരു പിതാവ് കൊണ്ടുവന്നു. ഈ 9 പേരും അവർക്ക് അറിയാവുന്ന രീതിയിലെല്ലാം പ്രാർത്ഥിച്ചു, വിട്ടുപോകാനും പറഞ്ഞു. പക്ഷേ അത് പോയില്ല. ഹലോ, അപ്പോൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. ഹലോ, എന്തുകൊണ്ട് ഇവരുടെ ശിഷ്യന്മാരെ അടുത്ത് കൊണ്ടുവന്നു? ഇവർ ശക്തരാണ്, ഇവരാണ് ഭൂതങ്ങളെ പുറത്താക്കിയത്. കേൾക്കുന്നുണ്ടോ? അപ്പോൾ യേശു പറഞ്ഞു, സാത്താൻ മിന്നൽ പിണർ പോലെ വീഴുന്നതൊക്കെ കണ്ട് യേശു സന്തോഷിച്ചതാ. പക്ഷെ ഉള്ള ശക്തി എന്ത് ചെയ്തെന്നറിയോ? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ നഷ്ടപ്പെടുത്തി. കേൾക്കുന്നുണ്ടോ? ഞാൻ എന്നെ കൂടെ താഴ്ത്തി പറയുക, നമ്മൾ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ ദൈവകൃപ നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ നാമൊക്കെ ആരാകുമായിരുന്നു? ഒരാമേൻ പറയാമോ? കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന ആൻറ്റിമാരെ, സഹോദരിമാരെ കേൾക്കുന്നുണ്ടോ? ദൈവം വലിയ പ്രതീക്ഷയോടെ നമ്മുടെ മേൽ തന്ന ദൈവകൃപ നമ്മളെ എവിടേക്കോ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ഈ ലോകത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തി. അപ്പം അവർ എന്ന് ചോദിച്ചു, ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ശിഷ്യൻ ഈ 9 പേരും ചെന്ന് ആരോട് ചോദിച്ചു? യേശുവിനോട് ചോദിച്ചു. ശ്രദ്ധിക്കുന്നേ, കേട്ടേ. യേശുവാണ് കൈവച്ച് ഇവരെ വിട്ടത്, ഇവർ ശുശ്രൂഷ ചെയ്താ. ഇപ്പം ശുശ്രൂഷ അങ്ങോട്ട് വെളിപ്പെടുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ കെട്ടപ്പെട്ടു പോയതും നമ്മുടെ ഭവനങ്ങൾ ഇങ്ങനെ ആകാനും കാരണം എന്തായിരുന്നറിയോ? ദൈവം നമുക്ക് തന്നൊരു കൃപയുണ്ടായിരുന്നു ഇതിനെയൊക്കെ സൂക്ഷിക്കാൻ. അത് നമ്മൾ എവിടേക്കോ കൊണ്ട് കളഞ്ഞു. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ പെന്തക്കോസ്ത് ദൈവസഭകൾ 90% ലഭിച്ച കൃപ കളഞ്ഞവരാ. എന്തിനു വേണ്ടി? പദവിക്ക് വേണ്ടി, പണത്തിനു വേണ്ടി, മനുഷ്യർ നല്ലതെന്ന് പറയാൻ വേണ്ടി. ഇന്നത്തെ കേരളത്തിലെ പെന്തക്കോസ്റ്റൽ സഭയെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഒരു 5% ദൈവം മാറ്റി നിർത്തിയപ്പോണ്ട് അവർ വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഞാൻ വീണ്ടും പറയാം, ദൈവത്തിനൊരു വലിയ ഹൃദയഭാരം
വീണ്ടും ദൈവം എൻ്റെ മേൽ ഇടുക. കാരണം ഈ ബിൽഡിംഗ് ഒന്നും വെറുതെ പൊങ്ങിയതല്ലല്ലോ, അല്ലേ? ഇതിൻ്റെ പിന്നിൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ശക്തമായ പ്രാർത്ഥനകളും അത് കണ്ടിട്ട് ദൈവമക്കളുടെ കയ്യിൽ നിന്ന് ദൈവം നന്മ കൊടുത്തു മേടിച്ച വസ്തുവും അതിൻ്റെ ഒരു പൈതൃകമാണ് ഇത്. പക്ഷെ ഈ പൈതൃകമല്ല നമുക്ക് വേണ്ടുന്നത്. ഇത് തീക്കിരയാകാനുള്ള സ്ട്രക്ചറാണ്. പക്ഷെ ഇത് തീക്കിരയാകുന്നതിന് മുമ്പ് ഒരു മഹത്വം കേൾക്കുന്നുണ്ടോ? ഈ സ്തോത്രം ശിംഷോൻ പറഞ്ഞ ഒരു വാക്ക് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എൻ്റെ വയറ്റില്, ഒരിക്കൽ കൂടി എന്നെ ഒന്ന് ഓർക്കണേ. എത്ര പേര് പ്രാർത്ഥിക്കും? നിങ്ങളോടൊപ്പം എൻ്റെ പ്രാർത്ഥന ഇതാ. സ്തോത്രം കേൾക്കുന്നുണ്ടോ? ഒരിക്കൽ കൂടി എനിക്ക് ആ ശക്തി ഒന്ന് തരണേ, ആ വായൊന്ന് തുറന്നേ പ്ലീസ് പ്ലീസ്. നിങ്ങൾ രക്ഷിക്കപ്പെടാൻ നേരവും നമ്മളൊക്കെ ആദ്യമായി ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോഴും ഇതിൻ്റെ ഇരട്ടി പവർ ഉണ്ടായിരുന്നു. എവിടേക്കോ കൊണ്ടുവന്ന് നമ്മളത് നശിപ്പിച്ചു. അതുകൊണ്ട് ശിഷ്യന്മാരെ ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഒരാളെ നേടാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരാളെ പോലും കിട്ടുന്നില്ല. ചെറുപ്പക്കാരില്ലാഞ്ഞിട്ടല്ലേ ട്രിവാൻഡ്രം പട്ടണത്തിനകത്ത്, കേൾക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസം വേടൻ വന്നപ്പോൾ ഓട് പൊളിച്ച് ചെറുപ്പക്കാർ വേടൻ്റെ അടുത്ത് പോയി. ദൈവസഭയ്ക്കകത്ത് എന്തുകൊണ്ടാണ് വരുന്നില്ല? വേടൻ്റെ അകത്തൊരു സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റിൻ്റെ മേൽ എല്ലാ ചെറുപ്പക്കാരും ആകർഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഭൂമിയെ കുലുക്കുന്ന ഒരു സ്പിരിറ്റിനെ വഹിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ ഞരങ്ങി വരണ്ട് ആരാധിക്കാൻ പോലും കഴിയാതെ എന്തൊക്കെയോ ആണെന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവിന് മുമ്പിൽ നിൽക്കുമ്പം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ അപ്പുറത്ത് ഡാൻസ് ചെയ്ത് നിൽക്കുമ്പോൾ ദൈവസഭയെ ഈ വലിയ ഹോളിനകത്തിൽ എന്തുകൊണ്ട് ജനം കടന്നു വരുന്നില്ല? നിങ്ങൾ ഇന്ന് രാവിലെ ഒന്ന് തിരിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒരിക്കൽ കൂടി ലോർഡ്, ഒരിക്കൽ കൂടി, വൺ മോർ ടൈം ഒന്ന് ചോദിക്കും പിതാവേ, ഒന്ന് ചോദിക്കുന്ന അഭിഷക്തന്മാരെ. യാചിക്കുന്നവർക്ക് കൊടുക്കുന്ന ദൈവമാണല്ലോ, ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറവേറ്റുന്നതാണല്ലോ. എന്തുകൊണ്ട്? നമുക്ക് വിദ്യാഭ്യാസമില്ലാഞ്ഞത് കൊണ്ടല്ല, നമുക്ക് ബിബ്ലിക്കൽ ഡിഗ്രി ഇല്ലാത്തത് കൊണ്ടല്ല, നമുക്ക് വചനം അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ വി ലാക്ക് ദ പവർ ഓഫ് ദ ഗോഡ്. നമ്മളിൽ ദൈവത്തിന്റെ ശക്തിയില്ല. ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇന്ന് പകൽക്കാലം യേശു നമ്മളോട് ചോദിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ട് ഇവിടെ ആള് വരുന്നില്ല? ഇവിടെ എന്തുകൊണ്ട് പാപത്തിൽ വീണ കുഞ്ഞുങ്ങൾ വരുന്നില്ല? എന്തുകൊണ്ട് മദ്യപിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ വരുന്നില്ല? എന്തുകൊണ്ട് ഡ്രഗ്സ് എടുക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ വരുന്നില്ല? Because there is only one problem. We lost the power of the God. We lost the presence of the God. അതിലേക്ക് 7-ാം ദിവസം എത്രയോ ശബ്ദങ്ങളൊന്ന് ഉയർത്തുമോ? അപ്പാ എന്നോട് ക്ഷമിക്കണമേ യേശു. അപ്പാ ഇവിടെ നിന്ന് ഞാനും അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഒരിക്കൽ കൂടി ശിംശോൻ ദൈവത്തോട് ചോദിച്ചു, ഒരിക്കൽ കൂടി ഇവരോട് പ്രതികാരം ചെയ്യുവാൻ, എന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചതിന്, എന്നെ കളിപ്പാവയാക്കി തീർത്തതിന്, എന്നെ ചങ്ങലക്കിട്ടതിന്, ഞാൻ എൻ്റെ അഭിഷേകത്തെ സ്ത്രീകളുടെ മുമ്പിൽ കളഞ്ഞത്, എന്നോടൊന്ന് ക്ഷമിച്ചിട്ട് ഒരിക്കൽ കൂടി. ആ പ്രാർത്ഥന കേട്ട ദൈവം ശിംശോന് കരത്തെ ബലപ്പെടുത്തിയെങ്കിൽ ജീവകാലത്ത് കൊന്നവരെ കാട്ടിൽ ആ ഒറ്റയൊരു ദിവസം കൊന്നതുപോലെ ഈ ഉപവാസത്തിൽ കൂടെ പെന്തക്കോസ്തൽ മാറാനാഥ സഭയ്ക്കകത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു മടങ്ങി വരവ്, ഒരു കൊയ്ത്തിന്റെ ഉത്സവം, ഒരു ആത്മസ്നാനത്തിന്റെ ഉത്സവം, ഒരു ജലസ്നാനത്തിന്റെ ഉത്സവം, ഒരു അഭിഷേകത്തിന്റെ ഉത്സവം ഈ ഉപവാസം കഴിയുമ്പോൾ തരണമേ എന്ന് ആ കരങ്ങൾ ഉയർത്തി ഉള്ളം തുറന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ, 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 പ്രാർത്ഥിച്ചോ. നഷ്ടപ്പെട്ടു പോയ ശക്തിക്ക് ഇതാണ് ഉപവസിക്കുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ നിങ്ങൾക്ക് ഒന്നിനെയും അഴിക്കാൻ കഴിയത്തില്ല. ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്ക്, പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്ക്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ഒരിക്കൽ കൂടി, ഒരിക്കൽ കൂടി ഓർത്തഡോക്സിനകത്തീന്ന്, മർത്തോമയ്ക്കകത്തീന്ന്, ജാതീയ മണ്ഡലത്തിനകത്തീന്ന് ദൈവം നമ്മെ വിളിക്കുമ്പോൾ ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ എവിടേക്കോ നമ്മൾ അറിഞ്ഞും അറിയാതെ ചോർത്തിക്കളഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു പുതിയ തോൽക്കുടമാകാൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഒരു പുതുവീഞ്ഞിന്റെ അനുഭവം
പുതിയ തോൽക്കുടത്തിനകത്തിലേക്ക് സഭ പ്രാർത്ഥിക്ക്. പഴയ തുരുത്തിക്കകത്ത് പുതുവീഞ്ഞ് ചോദിച്ചാൽ തരത്തില്ല. ഇന്ന് പകൽക്കാലം എത്ര പേർ പ്രാർത്ഥിക്കും, എന്നെ ഒരു പുതിയ തുരുത്തിയാക്കണമേ, എനിക്കൊരു പുതുവീഞ്ഞിന്റെ പകർച്ച ആവശ്യമാണ്. അഭിഷേകം ഇറങ്ങട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകത്തെ പുതുക്ക്, അഭിഷേകത്തെ പുതുക്ക്, അഭിഷേകത്തെ പുതുക്ക്. ഈ മൺകൂടാരം ഒന്നിനും കൊള്ളത്തില്ല. ഇതിനെ ഒരു വിൺപാത്രമാക്കുന്ന മൺപാത്രത്തെ വിലയേറിയ പാത്രമാക്കാൻ ശക്തിയോടെ എന്നെ ഒന്ന് നിറയ്ക്കണമേ. എത്ര പേര് പ്രാർത്ഥിക്കും, എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് ഉണർത്തണമേ, എന്റെ കൃപ എനിക്ക് മടക്കി തരണമേ, പണ്ടത്തെ പ്രാർത്ഥന എനിക്കൊന്ന് മടക്കി തരണമേ, എന്റെ വിളക്കിനകത്തിലേക്ക് ആ എണ്ണയൊന്ന് പകരണമെന്ന് ശക്തിയോട് പ്രാർത്ഥിച്ചാട്. ശാഖ ഭരതനവ, കൈയുടെ കെട്ടുകൾ അഴിയട്ടെ, മനസ്സിന്റെ കെട്ടുകൾ അഴിയട്ടെ, മുറിഞ്ഞ മുറിവുകൾ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഹീൽ ചെയ്തുകൊണ്ട് വാ തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. ചിലതൊക്കെ അഴിയട്ടെ, ചിലതൊക്കെ മാറട്ടെ. പ്രാർത്ഥിക്ക് ശക്തിയോടെ പ്രാർത്ഥിക്ക്. ഉപവസിക്കുന്ന ദിവസം ഏറ്റവും അധികം പ്രാർത്ഥിക്ക്. പ്രാർത്ഥനയോടെ ഉപവസിക്കുമ്പോൾ ഇതെല്ലാം അഴിയുമെന്ന് പറഞ്ഞതുകൊണ്ട് കർത്താവ് ഈ മകളുടെ ജീവിതത്തിന് മേൽ കിടക്കുന്ന എതിരായി കിടക്കുന്ന എല്ലാ കെട്ടുകളെയും ഞങ്ങൾ പ്രാർത്ഥിച്ചടിക്കുന്നു. യെസ് പിശാചേ, നീ കെട്ടിയതിനെ, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായത് ഇന്ന് പകൽക്കാലം ഈ ദാസിയുടെ മേലുള്ള കെട്ടുകളെ അഴിക്കണമേ. പ്രാർത്ഥിക്ക്. ഉപവാസത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മെസ്സേജ് കേൾക്കുന്നതിനെക്കാട്ടിൽ കേൾക്കുന്ന വചനവുമായി പ്രാർത്ഥിക്ക്. നിങ്ങളുടെ ആത്മാവും ദൈവാത്മാവും തമ്മിലൊന്ന് കൂട്ടിമുട്ടട്ടെ. Let there be an encounter in this morning. സ്തോത്രം. ദൈവത്തിന്റെ വലിയ പദ്ധതിയുള്ളവളെ ഉണരുക. ചാകാറായ ശേഷിപ്പുകളെ ഉണർത്തുക. പ്രാർത്ഥിക്കുക, ആരാധിക്കുക, കൈയടിക്കുക, സ്തോത്രം ചെയ്യുക, വചനം ഏറ്റെടുക്കുക. ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുന്ന ദൈവം. യെസ് കൽപാത്രങ്ങളുടെ അകത്ത് വെള്ളം കോരി ഒഴിച്ചപ്പോൾ അതിനെ വീര്യമുള്ള വീഞ്ഞിന്റെ അളവിലേക്ക് മാറ്റിയതുപോലെ റിസീവ് പുതിയ പവർ ഏറ്റെടുക്ക, പുതിയ ശക്തി ഏറ്റെടുക്ക. ശക്തിയോടെ വിട്ടോട് ശരീരത്തിന്റെ കെട്ടുകളെല്ലാം അടിയട്ടെ. തലയുടെ കെട്ടുകൾ അടിയട്ടെ, മനസ്സിന് കെട്ടുകൾ അടിയട്ടെ. തിരിച്ചു കെട്ടിയതിനെ, ചൊല്ലിക്കട്ടിയതിനെ, ഓതിക്കട്ടിയതിനെ ആത്മാവ് പറയുക. വിട്ടുകൊടുത്ത് ആരാധിക്ക്, വിട്ടുകൊടുത്ത് സമർപ്പിക്ക്. കെട്ട് മുറുകാതിരിക്കേണ്ടതിന്, നിന്റെ ബന്ധനം മുറുകാതിരിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം വിട്ടുകൊടുക്ക. കർത്താവിനോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്ക്, ശക്തിയോടെ പ്രാർത്ഥിക്ക്. പ്രാർത്ഥിക്ക്. അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ, നുഖത്തിന്റെ അമിക്കയറുകൾ അഴിയട്ടെ. ഈ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട്, അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് ചില നുഖങ്ങൾ അഴിയട്ടെ. അഭിഷേകത്തിന്റെ പുഷ്ടി കൊണ്ട് നുഖങ്ങൾ അടിയട്ടെ. ഹസ്തനാദനക. സഭയെ ഉണരുക. സഭയെ പ്രാർത്ഥനയിൽ പോരാടുക. സഭയെ ആരാധനയിൽ മുന്നേറുക. മയക്കങ്ങൾ മാറട്ടെ. കാന്തൻ വരാറായി. യെസ് ഉണരുക. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ഉണരുക. നിന്റെ പങ്കാളിക്ക് വേണ്ടി നീ ഉണരുക. നിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നീ ഉണരുക. ക്ഷീണിക്കല്ലേ. ഉപവാസത്തിൽ ശക്തിയെ പുതുക്കട്ടെ. കഴിച്ചോ കഴിക്കുന്നില്ല എന്നുള്ള ചിന്തകൾ മാറട്ടെ. വയറ്റിന്റെ കെട്ട് അടിയട്ടെ.
ഉപവസിക്കാൻ നേരം വയറ്റിനകത്തില് ഗ്യാസ് ഇടുന്ന ദുഷ്ട പോരെ അഴിഞ്ഞു മാറ്. ഉപവസിക്കാൻ നേരം ഷുഗർ ലോ ആക്കി തളർത്തി കളയുന്ന അന്ധകാര ശക്തിയെ മാറ്. അസ്ഥികൾ മജ്ജകൾക്ക് ബലമുണ്ടാകട്ടെ. ജനം ശക്തന്മാരുടെ ആഹാരം കഴിക്ക്. ജനം ശക്തന്മാരുടെ ആഹാരം കഴിക്കുക. ഈ ദൂതുകൾ നിങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരാധിച്ച് ജയമേറ്റെടുക്കുക. രക്തത്താൽ ജയമെടുക്കുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, അവർ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? നോക്കിയേ, യേശു പറഞ്ഞ വാക്ക് കണ്ടോ? മത്തായിയുടെ സുവിശേഷം 17:21 യേശു കർത്താവ് ഉത്തരം പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയും ഇല്ല. ഒരു നിമിഷം നമ്മള് ഈ വചനം ഏറ്റെടുക്കണം. നമ്മുടെ മലയാളം ചർച്ചിന്റെ പ്രോബ്ലം എന്താണെന്നറിയോ? നമുക്ക് കൃപയാൽ നല്ല വിദ്യാഭ്യാസമൊക്കെ തന്നുകൊണ്ട് നമ്മുടെ തലയെ സാത്താൻ എന്ത് ചെയ്യുന്നറിയോ? വചനത്തിന്റെ അറിവ് കൊണ്ട് ബന്ധിക്കും. എത്ര പേര് കേൾക്കുന്നുണ്ട്? വചനത്തിന്റെ അറിവ് കൊണ്ട് ബന്ധിക്കും. രക്തത്താൽ ചെയ്യാം. ഒന്ന് സ്തോത്രം ചെയ്തേ. നിക്കോദിമോസിന് നല്ല അറിവില്ലായിരുന്നോ? അല്ലേ ശുഭുപാസ്? നിക്കോദിമോസ് സ്കോളർ അല്ലായിരുന്നോ? അല്ലേ? പക്ഷെ നിക്കോദിമോസിന് പത്രോസിനും കൂടെ പ്രതികരിക്കാൻ പറ്റിയോ? ഇല്ല. യഹൂദന്മാരുടെ പ്രമാണം മൊത്തം അരച്ചു കുടിച്ച് തലയ്ക്കകത്തിലുണ്ട്. പക്ഷെ പത്രോസിന്റെ കൂട്ടോ പൗലോസിന്റെ കൂട്ടോ പ്രതികരിക്കാൻ പറ്റിയോ? ഇല്ല. ഒന്നുകൂടെ പെട്ടെന്ന് എന്നോട് ദൈവാത്മാവ് പറയുന്ന ദൂത് ഞാൻ കൈമാറാൻ പോകുക. വളരെ പ്രാർത്ഥനയോടിരിക്കണം. നിക്കോദിമോസിന് പഞ്ചഗ്രന്ഥങ്ങൾ കാണാപ്പാടമായിരുന്നു. പക്ഷെ നിക്കോദിമോസ് എന്ത് ചെയ്തു? തന്നെ ത്യജിച്ച് യേശുവിനെ അനുഗമിക്കാൻ ഇറങ്ങിയില്ല. രഹസ്യ ശിഷ്യനായി ഒതുങ്ങിപ്പോയി. കേൾക്കുന്നുണ്ടോ? പക്ഷെ പത്രോസിന് വചനത്തിന് അറിവില്ലായിരുന്നു. പക്ഷെ പത്രോസ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കയറിയപ്പോൾ അവൻ 2-ാമത്തെ അധ്യായം നിക്കോദിമോസ് പറയുന്നതിനെക്കാട്ടി നന്നായി പറഞ്ഞു. എന്നാൽ ഈ ദൈവാത്മാവ് പെട്ടെന്ന് എന്നോട് പറയാം, നമുക്കിന്ന് പകൽക്കാലം കർത്താവിനോട് ക്ഷമ ചോദിക്കണം. കേൾക്കുന്നുണ്ടോ? നിക്കോദിമോസിനെ കാട്ടിൽ അല്ലെ അതേ അളവിൽ പൗലോസ് എന്ന ശൗലിന് വചനത്തിന്റെ അറിവുണ്ടായിരുന്നു. പക്ഷേ അവനെ കർത്താവ് തൊട്ടപ്പോൾ അവൻ അതിനെയെല്ലാം ചപ്പും ചവറുമായി എണ്ണി. ഇന്ന് രാവിലെ പരിശുദ്ധി ആത്മാവെല്ലാവരോടും, ഇവിടെ വചനം പഠിപ്പിക്കുന്നവരോടും ബൈബിൾ സ്കൂളിൽ പഠിച്ചവരോടും ഞാൻ പറയാം, എൻ്റെ കയ്യിലും MTH ഡിഗ്രി ഉണ്ട്, എൻ്റെ കയ്യിലും ബിഷപ്പ് എന്ന സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട്. ഇതൊന്നും എന്നെ യേശു കർത്താവിനോട് അടുപ്പിക്കത്തില്ല. ഓരോ ദിവസവും ഞാൻ കരഞ്ഞാണ് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുന്നത്. 27 വർഷമായി ഞാൻ പ്രസംഗിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ കരഞ്ഞാ ഞാൻ പ്രാപിക്കുന്നത്. ഇവിടെ ഇപ്പോൾ തന്ന ദൂതിതാണ്. ഒന്നുകൂടെ പൗലോസ് സകലതും ചപ്പൻ ചവറുമെന്ന് എണ്ണിയതുപോലെ ഇന്ന് 7-ാം ദിവസം രാവിലെ നിങ്ങൾക്കുള്ളതെല്ലാം ഇവിടെ എറിഞ്ഞ് കളഞ്ഞാൽ ഒരഭിഷേകം നിങ്ങളുടെ മേൽ വരും. നമ്മളെ ദൈവം കരത്തിലെടുക്കും. കേൾക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ മലയാളം ചർച്ചിനെ പറ്റി ഏറ്റവും വലിയ ഒരറിവ് ജീനിയസ് സ്കോളേഴ്സാണ് മലയാളത്തിനുള്ളത്. ഹിന്ദിയിലൊക്കെ നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഒരു ജീനിയസും ഇല്ല. അവിടെ നടക്കുന്ന ദൈവപ്രവൃത്തിയുടെ 5% കേരളത്തിൽ നടക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ദൈവപ്രവൃത്തിയെ തലയുടെ ജ്ഞാനം കൊണ്ട് അവർ വെട്ടി. പരിശുദ്ധാത്മാവിനോട് ശക്തമായി റിക്വസ്റ്റ് ചെയ്യുന്നു, ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സറണ്ടർ ചെയ്യണം. നമ്മുടെ കാലത്തൊരു ദൈവപ്രവൃത്തി നടക്കാൻ നമുക്കൊരു ശക്തി വേണം. ഇങ്ങോട്ട് നോക്കിയേ, ഈ ഒരു വാക്ക് പറഞ്ഞപ്പോഴാണ് ദൂത് കയറി വന്നത്. യേശു പറയാൻ, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എന്നെ ഒന്ന് നോക്കാമോ? യേശു 11 പേരോട് പറയാ, 9 പേരോട് പറയാ, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകത്തില്ല. ഇതൊന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ? പക്ഷെ അസാധ്യമായി കിടക്കുന്നത് സാധ്യമാക്കി തരുന്നതിന് യേശു പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? യേശു പറഞ്ഞു, എങ്കിലും. മതി സിസ്റ്റർ, എങ്കിലും. അപ്പം വാഗ്ദത്വം എന്തുവാ? നിങ്ങൾക്കൊന്നും അസാധ്യമാകത്തില്ല.
പക്ഷെ നിങ്ങൾക്ക് ആ വാഗ്ദത്തത്തിൽ കയറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിച്ചു ഉപവസിക്കണം. ഹലോ, ഇന്നത്തെ നമ്മുടെ ഈ ദൈവസഭയുടെ ഒന്നുകൂടെ റീതിങ്ക് ചെയ്ത് നോക്കും. കഴിഞ്ഞ 6 ദിവസത്തെ നമ്മുടെ ഉപവാസം എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്, ഷെഡ്യൂൾ ചെയ്തത്? ഒന്നുകൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശു പറഞ്ഞു, ഉപവാസത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന പാസ്റ്റർമാർ വന്ന് പ്രസംഗിച്ചോന്നല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്നുള്ളതാണ്. കേൾക്കുന്നുണ്ടോ? യേശു പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാമോ? യേശു അവിടെ പറഞ്ഞു, എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും എന്നല്ല പറഞ്ഞത്. നിങ്ങളെ വാക്ക് നോക്കിയേ, എങ്കിലും പ്രാർത്ഥന. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ശക്തിയോട് പറഞ്ഞേ, പ്രാർത്ഥന. പ്രാർത്ഥനയാലും. അപ്പൊ എങ്ങനെ അസാധ്യങ്ങൾ സാധ്യമാകണം? പ്രാർത്ഥിച്ചുപവസിക്കണം. ഇന്ന് തൊട്ട് തിരിച്ചാരും പറയരുത് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയണ്ട. കേൾക്കുന്നുണ്ടോ? തിരിച്ച് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉപവാസത്തിലേക്കൊന്ന് കയറ്, നിങ്ങൾക്ക് സകലതും സാധ്യമാകും, മലകൾ നിങ്ങളുടെ മുമ്പിൽ മാറും. അതുകൊണ്ട് അടുത്ത 14 ദിവസത്തേക്ക് ദൈവസഭയെ ഞാൻ എൻകറേജ് ചെയ്യുന്നു, നിങ്ങൾ നോട്ട് ചെയ്യുന്ന ഓരോ വചനവും വൈകിട്ടത്തെ സെക്ഷന് വരുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടേ വൈകിട്ടത്തെ സെക്ഷന് വരാവൂ. വൈകിട്ട് എൻ്റെ വാർഫെയറൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നിങ്ങളത് പ്രാർത്ഥിച്ചു പ്രാപിച്ചാൽ മാത്രമേ. അതേപോലെ ഞാൻ വീണ്ടും പറയാം, നമ്മുടെ ചില സിസ്റ്റങ്ങളെ പൊളിക്കാം. കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഈ മീറ്റിങ്ങിന് സ്തോത്രം നമുക്കറിയാവുന്നവരോടൊക്കെ അങ്ങ് പറ. 10 പേർക്ക് വാട്സപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ വേണ്ട ഒരു 21 വട്ടപ്പാറ ചർച്ചിൽ, ബിനുപാസിൻ്റെ ചർച്ചിൽ പോകുമ്പോൾ അവിടെ എത്രയോ ചർച്ചുകളിൽ നിന്ന് ആൾക്കാർ വരുന്നേ. സ്തോത്രം, ആരെങ്കിലുമൊക്കെ വരട്ടെ, ഹോളൊന്ന് നിറയട്ടെ, അന്തരീക്ഷം ഒന്ന് മാറട്ടെ, ചലനമൊക്കെ ഒന്ന് ഉണ്ടാകട്ടെ. സ്തോത്രം, കേൾക്കുന്നുണ്ടോ? രാവിലെ ജിജി പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ കണ്ടു, പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ഇച്ചിരി ഗ്യാപ്പ് വരികയാണ്. നോക്ക്, ആത്മീക ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ കൊതി ഈ സഭയ്ക്കകത്ത് എന്ന് കൂടുമോ അന്നേ ഇതിനകത്ത് ഉണർവ് വരും. സ്തോത്രം, ആരെങ്കിലും ദൈവനിയോഗത്തോട് 2-3 പേർക്ക് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ചാടി ചാടി പ്രാർത്ഥിക്കണം. കാരണം ആത്മീക ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാത്തവർ തോറ്റുപോകും. ഹലോ, ഒന്ന് പ്രതികരിച്ചേ. പ്രാർത്ഥിക്കാത്തവർ തോറ്റുപോകും. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലെ ഒരു ലിസ്റ്റ് കൊടുക്കുന്നതല്ല. കേൾക്കുന്നുണ്ടോ? നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. കേൾക്കുന്നുണ്ടോ? നമ്മളെപ്പോഴും ഒരു ലിസ്റ്റ് കൊണ്ട് കൊടുക്കും. അതല്ല, കർത്താവേ സ്തോത്രം, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങൻ്റെ കൂടില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഇനി വചനം പറയുന്നു, സ്വർഗസ്ഥനാകുന്ന പിതാവിന് നിങ്ങൾ എന്ത് ചോദിക്കുന്നതിന് മുമ്പ് അറിയാവുന്ന ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നത്. ദൈവത്തിന് അറിയത്തില്ലയോ? അറിയാം എന്ന് പറഞ്ഞല്ല പോകുന്നത്. കർത്താവേ, ഇതിനകത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഒന്നുണ്ടാകാൻ, അങ്ങയുടെ കൃപയൊന്നുണ്ടാകാൻ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നതെന്ന് എൻ്റെ പ്രാർത്ഥന കൊണ്ട് ഞാനൊന്ന് പ്രൂവ് ചെയ്യാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാം. 14 ദിവസം പാഴാക്കരുത്. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, ഒരു സീരിയസ് ഫാസ്റ്റിങ്ങിലേക്ക് ദൈവസഭ ഇന്ന് തൊട്ട് ചടങ്ങ് വിട്ട് രാവിലെ ഇവിടെ വരുന്നതിന് മുമ്പ് മിനിമം 1/2 മണിക്കൂർ പ്രാർത്ഥന, ഉച്ചയ്ക്ക് പോയി വിശ്രമിക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റെങ്കിലും ഈ വചനം ഒന്ന് ഓർത്ത് നമുക്കുള്ളതിനെല്ലാം ഒന്ന് മുദ്രയിടുക. അല്പം ഒന്ന് വിശ്രമിച്ചിട്ട് പായിട്ട് കേൾക്കുന്ന വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വൈകിട്ടിൽ ഹോളിവാ. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാം, ദൈവം വിശ്വസ്തന. ഇന്ന് പറഞ്ഞ ദൂതുകൾ നടക്കും. ഇനിയും വരുന്ന ദൈവദാസന്മാരെ ശക്തരാക്കിക്കൊണ്ട് ദൈവം ഇവിടെ കൊണ്ടുവരും. അടിത്തറ നമ്മളാ, അടിത്തറ നിങ്ങൾ ഓരോരുത്തരുമാ. നിങ്ങളുടെ പ്രാർത്ഥന വേണം ഈ ഉപവാസത്തെ മാറ്റിമറിക്കാൻ. ജീസസ്, ജീസസ്, ഹല്ലേലൂയ. ഞാൻ സമയത്തെ ഭയപ്പെടുന്നുകൊണ്ടാ എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മേലൊരു പുതപ്പൊക്കെ ഇങ്ങനെ വീഴ്ത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ പ്രിയരെ, നീതിമാനായി ജീവിച്ച് ചുമ്മാ അതൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, വേഗം വിടുതൽ നടക്കാൻ. ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പല കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചുമ്മാ അത് പ്രാർത്ഥിച്ചതാ. അപ്പോൾ എന്ത് ചെയ്യുന്ന കർത്താവ് അങ്ങ് മറുപടി കൊടുക്കുക. അതാ പറഞ്ഞേ, പ്രാർത്ഥിക്കുന്നവൻ വാ തുറക്കാൻ സ്വർഗം നോക്കിയിരിക്കുക. ഹലോ, വല്ലതും കേട്ടോ? ഞാൻ ഒന്നുകൂടെ പറയാം,
വിളിക്കുന്നവന്റെ ശബ്ദം കേൾക്കാൻ ഈ പ്രകൃതി പോലും കാത്തിരിക്കാന്ന റോമാലേഖനം പറയുന്നത്. മനുഷ്യപുത്രന്മാരുടെ ഞരക്കങ്ങൾക്ക് വേണ്ടി പ്രകൃതി കേൾക്കുന്നുണ്ടോ? സൂര്യ നിൽക്കവിടെ എന്നൊരു യോശുവ പറയുമ്പോൾ ഒരു അഭിഷക്തനെ, ഒരു ദൈവ പൈതൽ വായിന്ന് എന്ത് പറയുന്നു? നിന്റെ വായ്ക്കകത്ത് ജീവനുണ്ട്, പക്ഷെ നീ പറയുന്നത് മൊത്തം മരണമാ. ഇന്ന് പകൽക്കാലം നാവിന്റെ കെട്ടഴിഞ്ഞ് ഇന്ന് പകൽക്കാലം ആത്മാവിനൊന്ന് ഏറ്റെടുക്കാമോ? യെസ് യെസ്, ദൈവം നിങ്ങൾക്കൊരു അധികാരത്തിന്റെ ശക്തി ഒന്ന് റിലീസ് ചെയ്തിട്ട് നീ അഴിക്കുന്നത് കുഞ്ഞേ സ്വർഗം അഴിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. 2 വിവാഹങ്ങൾ നടക്കുന്ന കാഴ്ച ദൈവം എന്നെ വീണ്ടും കാണിക്കുന്നു. എന്നാൽ ഒരെണ്ണത്തിനോടൊരു സാധ്യതയുണ്ട്. വിശ്വസിച്ചാരെങ്കിലും ഏറ്റെടുത്താൽ, ഞാൻ വീണ്ടും പറയാം, സെപ്റ്റംബർ മാസത്തിനകത്ത് 2 വിവാഹങ്ങളെ ദൈവം എന്നെ കാണിക്കുന്നു. ഒരെണ്ണം അടുത്തു വരുന്നു. ഞാൻ വീണ്ടും പറയാം, പ്രാർത്ഥിച്ചാൽ ആ തടസ്സവും മാറി. വിവാഹങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാം, പെൺകുഞ്ഞുങ്ങൾ എല്ലാം, സ്തോത്രം, ഒരു 26 വയസ്സിനകത്ത് എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം പെൺകുഞ്ഞുങ്ങളുടെ കഴിയണം. ആൺകുഞ്ഞുങ്ങളുടെ മാക്സിമം പ്രായം 27 അല്ലെ 28. അതിനപ്പുറത്തേക്ക് ഒരു കുഞ്ഞിൻ്റെയും വിവാഹത്തെ എന്ത് ചെയ്യരുത്? പിശാച് നീട്ടിക്കൊണ്ട് പോകാൻ അനുവദിക്കരുത്. ഇതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ്. കേൾക്കുന്നുണ്ടോ? പക്ഷെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ടാണ് 30, 31, 29 നീണ്ടു പോകുന്നത്. അതുകൊണ്ട് ഉപവാസം എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ ഒരു ഏരിയ ഞാൻ പറയുന്നു. ഉപവാസം എന്തോ? നഷ്ടപ്പെട്ടു പോയ ശക്തി മടക്കിയെടുക്കുക. എല്ലാവരും കേട്ടായിരുന്നോ? നഷ്ടപ്പെട്ടു പോയ കൃപ മടക്കിയെടുക്കുമ്പോൾ അത് ഉപവാസത്തിൻ്റെ ജയമായി തീരും. സ്തോത്രം. നമ്മൾ വേഗം ഒരു 2 വ്യക്തികളെ ഒന്ന് തൊടാൻ പോകുക. ഉപവാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഉപവാസത്തിന് ലക്ഷ്യം വേണം. അത് 2 തൊടാനുള്ള സമയമേ ഉള്ളൂ. ബാക്കി ഞാൻ ഒറ്റ വാക്കിൽ പറയാൻ ശ്രമിക്കാം. എസ്രയുടെ പുസ്തകം വേഗത്തിൽ നമുക്കൊന്നെടുക്കാം. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവാറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. അപ്പം ഒരു പബ്ലിക് ഫാസ്റ്റിംഗ് ആണ് ഇത്. ഇതാണ് സഭയുടെ സ്തോത്രം വിഷയം. ഇത് നമുക്ക് സഭയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. പബ്ലിക് ഫാസ്റ്റിംഗ്. എന്തൊക്കെയായിരുന്നു എസ്രയുടെ ഉപവാസത്തിൻ്റെ ലക്ഷ്യം? അതാണ് ഇനി അടുത്ത 14 ദിവസം ദൈവദാസന്മാരോടും ദൈവദാസിമാരോടും ഇതിൻ്റെ എൽഡേഴ്സിനോടും ഞാൻ പറയുക, ഇതിനകത്ത് വന്ന് ദൈവദാസന്മാർ പറയുന്ന ദൂതുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ 14 ദിവസവും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു സമയം കണ്ടെത്തണം. ഞാൻ ഈ ഇടയ്ക്ക് സ്തോത്രം നമ്മുടെ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പാറശാലയിൽ അവിടെയും ഒരു 21 നടക്കുക. അവിടെ പോയപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞാൽ വൈകിട്ടത്തെ സെക്ഷന് മുമ്പ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ഒരു സെക്ഷനുണ്ട്. അന്യഭാഷയിൽ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സെക്ഷനുണ്ട്. വട്ടപ്പാറയിൽ ഞാൻ പോയപ്പോൾ അവിടെ മോർണിംഗ് സെക്ഷൻ കഴിഞ്ഞാൽ 1 മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ആൾക്കാരിരിക്കും. എന്നിട്ടേ വൈകിട്ടത്തെ സെക്ഷനുള്ളൂ. വൈകിട്ടത്തെ സെക്ഷനൊക്കെ 10 മണി വരെയാണ് പോകുന്നത്. കാരണം ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അവിടുന്ന് ഇവിടുന്ന് എല്ലാ ആൾക്കാർ വന്ന് കയറുക. കയറുന്നവർക്കെല്ലാം വിടുതല ദേവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ. അപ്പം ഞാൻ അതുകൊണ്ട് പറയാം, നാളെ തൊട്ട് എന്തായാലും നമ്മൾ ഉപവസിക്കാൻ തീരുമാനിച്ചത് ഇല്ലയോ? അപ്പം ഈ ദിവസങ്ങൾ ഇതിനു വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുക. സ്തോത്രം. നമ്മൾ ഈ വന്നിട്ട് ഉച്ചയ്ക്കൊക്കെ ഉള്ള റെസ്റ്റും പരിപാടിയൊക്കെ വേണേ ഒന്ന് വെട്ടിക്കുറച്ച് നമ്മൾ സീരിയസ് ആയ ദൈവം സീരിയസ് ആവും. ഇതിനകത്ത് ഇഷ്ടം പോലും സ്ഥലവും പായുണ്ട് ഒന്ന് നടുവ് നോക്കാനും ഒക്കെ. നിങ്ങൾ എന്നിട്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥനകളിലേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ കർത്താവ് ചെയ്യും. ഇതൊക്കെ കാണുന്ന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. സ്തോത്രം. നമുക്കൊരു ഏറ്റെടുക്കാൻ ഒരു കൃപ ദൈവം തരട്ടെ. അപ്പോൾ എസ്രയുടെ പുസ്തകത്തിലേക്ക് പബ്ലിക് ഫാസ്റ്റിങ്ങിലേക്ക് നമ്മളൊന്ന് ഓടുകയാണ്. ഞാനൊന്ന് വായിക്കുന്നു. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന്. ഒന്നാമത്തെ വാക്കുണ്ട്, ഉപവാസത്തിൽ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ഉപവസിക്കുന്ന ദിവസം നമ്മളെ തന്നെ താഴ്ത്താൻ സമയം കണ്ടെത്തണം. കർത്താവേ, വന്ന വൈദ്യറ്റുകളൊക്കെ ക്ഷമിക്കണേ. വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, പലപ്പോഴും പരിശുദ്ധാത്മാവിനോട് എടുത്ത് ഉടമ്പടി, ഇതെല്ലാം തെറ്റ് ചെയ്തു. ഇതൊക്കെ ചെയ്തുകൊണ്ട് ഉപവസിക്കാൻ വരാം. അപ്പോൾ നോക്ക്, എസ്ര താഴ്ത്തിയത് എന്തിനാണെന്നറിയോ? പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നെ ഒന്ന് നോക്കണം.
നിങ്ങൾക്കത് ഒരനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എസ്ര എന്തുകൊണ്ടത് താഴ്ത്തിയെന്നറിയോ? കർത്താവെ, ഞങ്ങൾ യെരൂശലേമിലായിരുന്നു. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, സമയമില്ല, ഞാൻ ഷോർട്ടായിട്ട് പറയാം. കർത്താവെ, ഞങ്ങൾ യെരൂശലേമിലായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങയോടും അങ്ങയുടെ പ്രമാണത്തോടും ഞങ്ങൾ എന്ത് ചെയ്തു? മറുതെളിച്ചു പാപം ചെയ്തതുകൊണ്ട് ദൈവം ഞങ്ങളെ അവിടുന്ന് പറിച്ച് എവിടെ കൊണ്ടുവന്നു? ബാബിലോണിൽ കൊണ്ടുവന്നു. ഏറ്റു പറയാൻ പറ്റുമോ? വല്ലതും കേൾക്കുന്നുണ്ടോ? ഇനിയും ഈ ഉപവാസം എന്തിനാണെന്നറിയോ? തിരിച്ച് യെരൂശലേമിലേക്ക് പോകാനാ. ഹലോ, വല്ലതും കേട്ടോ? യെരൂശലേമിൽ കിടന്ന ഞങ്ങൾ ദൈവിക പ്രമാണം തെറ്റിച്ചത് കൊണ്ട് ദൈവം ഞങ്ങളെ നെബൂഖദ്നേസറിനെ കീഴിൽ കൊണ്ടുവന്ന് അടിമകളാക്കി ഇവിടെ കിടക്കുന്നു. ഇവിടെ വച്ച് ഞങ്ങൾ നിലവിളിക്കുകയും അനുതപിക്കുകയും ചെയ്തത് കൊണ്ട് ദൈവം ഒരു ഇറാനിൽ ഒരു രാജകുമാരനെ എഴുന്നേൽപ്പിച്ച് അവൻ വഴി ഞങ്ങൾക്കൊരു വിടുതലിന് വേണ്ടിയുള്ള ഓർഡർ കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒന്നും ഞങ്ങളുടെ പുറകെ വരാതിരിക്കാൻ, പഴയതൊന്നും ഞങ്ങളെ ഇനി വീഴ്ത്താതിരിക്കാൻ, പഴയ ശക്തികളെ ഒന്ന് ജയിക്കാൻ, ഇനിയെങ്കിലും കൊണ്ടുപോകുന്നിടത്ത് വിശ്വസ്തരായി നിൽപ്പാൻ ഞങ്ങൾ അഹവയുടെ ആറ്റിൻ്റെ അടുത്ത് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു, ഞങ്ങളെ തന്നെ താഴ്ത്താൻ. ഒന്ന് നോട്ട് ചെയ്തൊക്കെ വെച്ചു. എല്ലാത് തല താഴ്ത്തുന്ന കാര്യവും ക്ഷമിക്കണമേ പോട്ടെ എന്നൊക്കെ വായി കൊണ്ട് പറയുന്ന കാര്യമൊന്നുമല്ല പറഞ്ഞത്. മടങ്ങിപ്പോക്കിന് വേണ്ടിയുള്ള ഉപവാസ. അപ്പം നമ്പർ 1 താഴ്ത്തുക. അടുത്തത് എന്താണെന്നറിയോ? ഞങ്ങൾ, ഒരു നിമിഷം, ഞങ്ങൾക്കും എന്ന് പറയുന്നു ഇല്ലേ? അപ്പൊ എസ്രയെ കോരശ് രാജാവിൻ്റെ ഉത്തരപ്രകാരം അർത്ഥസഷ്ട രാജാവ് ആലയത്തിനകത്തിലെ പണിക്ക് വേണ്ടി അനേക പൈസയും പാത്രങ്ങളുമായിട്ട് വിടാൻ ഓർഡർ ചെയ്തു. അപ്പൊ കൂടെ പോകുന്നത് എത്ര പേരുണ്ടെന്നറിയോ? 2000 പേരാണ് എസ്രയുടെ കൂടെ അഹവ ആറ്റിൽ നിന്ന് എങ്ങോട്ട് പോകുന്നതെന്നറിയോ? യെരൂശലേമിലേക്ക് പോകുന്നത്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഞാൻ ഇച്ചിരി സമയമെടുത്ത് പറഞ്ഞെന്താണെന്നറിയോ? ആ ഉപവാസത്തിൽ എസ്ര ഉപവസിക്കുന്ന ആർക്ക് വേണ്ടിയാ? ഇവിടെ ശ്രദ്ധിക്കണേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. 2000 പേര് കൂടെ പോകുമ്പോൾ ഒന്നിനും രോഗം വരരുത്. ഒരു യാത്രയ്ക്ക് പോകുക, ഒരു ഷിഫ്റ്റിലേക്ക് പോകുക. എസ്രയുടെ കൂടെ 2000 പേര്, അതിനകത്ത് കുറെ കൊച്ചു പിള്ളേരുണ്ട്. കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഉപവസിക്കുന്നത് എന്തിനാ? ഞങ്ങളെ മടക്കി കൊണ്ടുപോകുന്നിടത്ത് വഴി യാത്രയിൽ ഞങ്ങൾക്ക് രോഗം വരരുത്. ഈ കൊച്ചുങ്ങളുണ്ട്, കാറും ഒന്നുമില്ല, നടന്നു പോകണം. 90 മൈൽ ദൂരമുണ്ട്. ഇതൊക്കെ ഒന്ന് കേട്ടോണേ. സ്തോത്രം, ഇരുന്ന് ഉറങ്ങല്ലേ. 90 മൈൽ ദൂരമുണ്ട്. നടന്നു പോകാൻ 4 മാസം. ഇറാഖിൽ നിന്ന്, ബാബിലോണിൽ നിന്ന് യെരൂശലേമിലേക്ക് 90 മൈൽ നടന്നു പോകാൻ 4 മാസം. ഇതിനാ ഉപവസിക്കുന്നത്. അങ്ങനാണെങ്കിൽ ഈ ഒരു 2025 ഡിസംബർ വരെ നിൽക്കാനും വീഴാതിരിക്കാനും വീട്ടിൽ മരണം കയറാതിരിക്കാനും തലമുറകളെ ദുഷ്ടൻ തൊടാതിരിക്കാനും അനർത്ഥങ്ങളോ ദുർമരണങ്ങളോ വരാതിരിക്കാനും ഇപ്പോഴുള്ള കെട്ടുകൾക്കൊരു വാതിൽ തുറക്കാനുമാണോ നിങ്ങൾ ഇവിടെ വന്ന് ഈ ഹോളി ഇരിക്കുന്നത്? അതോ വെറുതെ വന്ന് രാവിലെ വന്ന് വൈകിട്ട് പോകാനാണോ? നമ്മുടെ വിഷയം എന്തൊക്കെയാ പ്രിയരെ? ഇതൊന്നും ഒരു ബൈബിൾ സ്കൂളിൽ പോലും പഠിപ്പിക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? അതല്ലാതെ രാവിലെ കഴിക്കാതിരിക്കുന്നതോ വൈകിട്ട് കഴിക്കാതിരിക്കുന്നതെന്നോ അല്ല വിഷയം. എസ്ര പറയാ, ഞങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തേണ്ടതിന്. 2, ഞങ്ങൾ നടന്നു പോകുന്നിടത്ത്, ഞങ്ങളുടെ കൊച്ചുങ്ങൾ പോകുന്നിടത്ത് ഈ 4 മാസം ഞങ്ങൾ ശുഭമായി അവിടെ എത്തണം. ചോദ്യം, ആൻറ്റി നിങ്ങളുടെ ലക്ഷ്യം എന്തുവാ? മോളെ എന്തു പറഞ്ഞാൽ ഫാസ്റ്റ് ചെയ്യുന്നത്? സിസ്റ്ററെ ഇന്നിവിടെ വന്നപ്പോൾ എന്തൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേൾക്കാനാണ് വന്നത്? കണ്ടോ? ഇതങ്ങ് ഞാൻ 7.5 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടി 7.5 വർഷം ഉപവാസ പ്രാർത്ഥനയെ തന്നെ കൂടുതൽ ശുശ്രൂഷിക്കുന്നത്. എങ്ങും ഇതൊന്നും കാണുന്നില്ല. അവസാനം എന്ത് ചെയ്യുന്നറിയോ? 7, 14, 21, 40 ഇരിക്കും കുടലുണങ്ങുന്നതല്ലാതെ വ്യവസ്ഥ അറിയണം എങ്ങനെ ഉപവസിക്കണമെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഞാൻ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചോട്ടെ. നിങ്ങളെല്ലാം നിങ്ങളുടെ ബൈബിളിൽ നോക്കിക്കോ, എന്നിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്യും. ഇനി ആരും ബോർഡേ നോക്കാതെ നിങ്ങളുടെ ബൈബിളിനകത്തിൽ സ്തോത്രം ആ പെന്നെടുത്തിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. നമ്പർ 1, ഒന്ന് ഉപവാസത്തിൽ താഴ്ത്തണം, ഹമ്പിൾ ചെയ്യണം. 1. 2, ഞങ്ങൾക്കും എന്ന് പറയുന്നുണ്ട്.
സ്തോത്രം. നമ്മുടെ കുടുംബജീവിതം നിലനിൽക്കാൻ, നിങ്ങളാരും വിധവമാരായി പോകാതിരിക്കാൻ, സ്തോത്രം, നമുക്ക് ഭാര്യമാരെ നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഉപവാസത്തിൽ ഇതൊക്കെ ഒന്ന് വെച്ചുകൂടെ? അടുത്തത്, ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾ തലമുറകളുടെ വിഷയം ഈ ഉപവാസത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കണ്ടേ? ഇനി അടുത്തത്, ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ദൈവം തന്നിരിക്കുന്ന നന്മയെ പിശാച് എടുത്തോണ്ട് പോകാതിരിപ്പാൻ 2025 കൃപയോടെ കർത്താവ് വന്നില്ലേ ഒന്ന് ഓടി തീർക്കാൻ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് എഴുതി വെച്ച് ഉപവസിക്ക് ദൈവസഭയെ. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കുന്നുണ്ടോ? മനസ്സിലായോ? 23-ാം വാക്യത്തിലേക്ക് ഞാനങ്ങ് ഓടിക്കയറിക്കോട്ടെ. 23-ാം വാക്യം. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു. മതി സിസ്റ്ററെ, നമ്മൾ ഒന്ന് നമ്മുടെ മനസ്സിനകത്ത് കൂടി ഇതൊന്ന് കയറണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു. അപ്പോൾ ഉപവാസത്തിന് വിഷയമുണ്ട്. അങ്ങനെ അവർ ഉപവസിച്ചു. കണ്ടോ നിങ്ങൾ വേഴ്സസ് 23 കണ്ടോ? അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു. അപ്പോൾ ഇങ്ങനെയാണോ നമ്മുടെ ഉപവാസം? കണ്ടോ? ഇനി അടുത്തത്, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. കേൾക്കുന്നുണ്ടോ? പാസ്റ്ററെ, ഒരു വിടുതലിന് വേണ്ടി ഇത് നമ്മൾ വന്ന് തലകുനിച്ചിരിക്കുന്നൊന്നുമല്ല അവരുടെ ഉപവാസം. കണ്ടോ? അവർക്ക് ലക്ഷ്യമുണ്ട്. നമ്മൾ 4 വിഷയം കേട്ടായിരുന്നു. എസ്ര എന്തിനു വേണ്ടി ഉപവസിച്ചു? ഞാൻ വീണ്ടും പറയാം, 4 മാസത്തെ യാത്ര. കേൾക്കുന്നുണ്ടോ? 2000 ടണ്ണ് വെള്ളിയും സ്വർണവും തൂക്കിക്കൊടുത്തതുണ്ട്. കേൾക്കുന്നുണ്ടോ? ഹലോ, 2000 ടണ്ണ് വെള്ളിയും സ്വർണവും പാത്രങ്ങളൂടെ തൂക്കിക്കൊടുത്തത്. ഞാൻ ഗൂഗിളിൽ പോയി എൻ്റെ തൂക്കം വരെ കണ്ടെത്തി. കാരണം ഈ മനുഷ്യൻ്റെ ഉപവാസത്തിൻ്റെ ശക്തി എന്തെന്നറിയാൻ വേണ്ടി. കേൾക്കുന്നുണ്ടോ? അപ്പം 2000 ടണ്ണ് സാധനം തൂക്കിക്കൊണ്ട് പല രാജ്യങ്ങളുടെ അതിർത്തിയിൽ കൂടെ 4 മാസം നടന്നു പോകുക. കേൾക്കണേ, ഇതിനിടയ്ക്ക് ഒരു വേഴ്സ് ഉണ്ടായിരുന്നു, ഞാൻ തൊടുന്നില്ല. ഒരൊറ്റ കുതിരയില്ല, ഒരു പടയാളിയില്ല. എല്ലാവരും എന്നെ നോക്കാമോ? ഒന്നുകൂടെ ഞാൻ പറയുന്ന ഈ വാക്ക് നോക്കാമോ? നമ്മൾ വായി കൊണ്ട് ഉപവസിക്കും, എസ്ര ഹൃദയം കൊണ്ട് ഉപവസിച്ചു. കാരണം എന്താണെന്നറിയോ? ഇത്രയും സാധനം തൂക്കിക്കൊണ്ട് പോകുമ്പോൾ രാജാവിനോട് കുതിരകളെയോ സഹായമോ ചോദിക്കാൻ ഞങ്ങൾ ലജ്ജിച്ചു. കാരണം ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു ഞങ്ങൾക്കൊരു ദൈവം ഉണ്ടെന്ന്. ഇതുപോലെ കാണും ഒരിക്കലെങ്കിലും നമുക്ക് ഉപവസിക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ ലജ്ജിച്ചു. കാരണം ഞങ്ങളുടെ വായി കൊണ്ട് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും വേണ്ടെന്ന്. അപ്പോൾ ഉപവാസം എന്ത് സീരിയസ് ആണെന്നറിയോ? ഇതിന് കുടൽ വെള്ളമാകും, മണിക്കൂർ പായിട്ടിരിക്കേണ്ടി വരും. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക, ദയവേത് ഇനിയുള്ള 14 ദിവസം ഒരു ചടങ്ങാക്കാതെ വീട്ടിനകത്തുള്ള ഓരോ ഏറിയ ഒരു പേപ്പർ എടുത്ത് എഴുതി വെച്ച് എവിടൊക്കെ പോരാട്ടമുണ്ട്, പ്രോഗ്രസ് നടക്കുന്നില്ല, ലിമിറ്റഡായിപ്പോയി, ഇതെല്ലാം ഒന്ന് എഴുതി വെച്ച് ഞങ്ങൾ അതിനെക്കുറിച്ച് ഉപവസിച്ചു. സുഷമ സിസ്റ്റർ പറയുന്നത് കേട്ടോ, ഞങ്ങൾ അതിനെക്കുറിച്ച്. അപ്പം ഈ വിഷയമല്ലാതെ പ്ലീസ് വേറൊന്നും എടുത്തിടല്ല. ഒരു ജനറൽ പ്രെയറിനകത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഇന്ത്യയിൽ യുദ്ധം നടക്കാനുള്ള എല്ലാ സാഹചര്യം എനിക്ക് കാത്തുള്ളേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ സിസ്റ്റേഴ്സെ ഞാൻ നിങ്ങളോട് താഴ്മയോടെ പറയാം, ഇന്ന് പോയൊരു പേപ്പർ എടുക്കുക, നിങ്ങളുടെ വിഷയങ്ങൾ എഴുതി വെക്കുക, അതിന് വേണ്ടി പായിട്ടും കേട്ട ദൂതും പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ വായിച്ചു കേട്ട എന്താ? അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു. ഷിബു പാസ്റ്റർ വാക്കണ്ടോ? അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു. രണ്ടാമത് എടുത്തു പറഞ്ഞു, ഞങ്ങൾ അതിനെ കുറിച്ച് പ്രാർത്ഥിച്ചു. കണ്ടോ? എന്നിട്ട് മറുപടി പറയാ, 23-ാം വാക്യത്തിൽ കിടക്കുക, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഹലോ, പ്രാർത്ഥന കേൾക്കണ്ടേ? ഒന്ന് സന്തോഷിക്കണ്ടേ? വേണ്ടേ? ദൈവകൃപയെ അനുഭവിക്കാൻ വന്നിട്ട് ഈ പോരാട്ടത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി കുഞ്ഞുങ്ങളും കുടുംബമായിട്ട് തീർന്നാൽ മതിയോ? അതൊരു വിടുതൽ വേണോ? വിടുതൽ വേണമെങ്കിൽ കർത്താവ് പറയാ, അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, അതിനെപ്പറ്റി മാത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഒറ്റ വാക്യം ഞാൻ അവിടെ നിന്ന് വായിക്കാം. 31-ാം വാക്യം നിങ്ങൾ നോക്കിക്കോ. 31-ാം വാക്യം, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായി. ഒരു നിമിഷം അവിടെ നിൽക്ക്. അപ്പോൾ ഉപവാസം എന്താണെന്നറിയോ? ശത്രുവിൻ്റെ മേലെ പ്രാർത്ഥിച്ച് ദൈവകരത്തെ കൊണ്ടുവരുന്നതാ ഉപവാസം. ഇതിനൊക്കെ സമയമെടുക്കും. എൻ്റെ പ്രിയരെ, നിങ്ങൾ എഴുതിക്കോ. പക്ഷെ ഇന്നോട്ടൊരു തീരുമാനമായിരിക്കണം, സമയം കണ്ടെത്തി പ്രാർത്ഥിക്കണം. വൈകിട്ടത്തെ സെക്ഷൻ കഴിഞ്ഞ് വീട്ടിൽ പോയി 1.5 മണിക്കൂർ ഞങ്ങളോ ഇതിനെക്കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു.
ഈ കസാരയിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയണം, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഇതാണ് ഉപവാസം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ഏറ്റെടുക്കാമോ? നിങ്ങൾ 1 മിനിറ്റ് ഒന്ന് ദൈവത്തോടൊന്ന് പ്രതികരിക്കാമോ? ഇനിയുള്ള 14 ദിവസം എത്ര നേരം കഴിച്ചെന്നല്ല, രാവിലെ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചിട്ടാണോ ചർച്ചിൽ വന്നത്? ഉച്ചയ്ക്ക് വീട്ടിൽ പോയിരുന്നു പ്രാർത്ഥിക്കുമോ? സഭയിൽ 6 മണി എന്ന് പറഞ്ഞ വെറുതെ വീട്ടിൽ ഇരിക്കാതെ 5:30 വന്ന് ആരും ആരോടും മിണ്ടണ്ട. കേൾക്കുന്നുണ്ടോ? ഈ ടൈം ടേബിളൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടേ വൈകിട്ട് 6 മണി എന്ന് പറഞ്ഞ ഒരു 5:30 വന്ന് ഇതിനകത്ത് ഇരുന്ന് ഉറക്ക പ്രാർത്ഥിക്ക്. വീട്ടിനെക്കാട്ടി സാന്നിധ്യമുള്ള ഒരു സ്ഥലമല്ലേ സഭാഗോള്. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ നിങ്ങൾക്കും പറയാനൊരു സാക്ഷ്യമുണ്ടാകും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഒന്ന് ചേർന്നൊന്ന് സ്തോത്രം ചെയ്യാമോ? ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഇന്ന് പകൽക്കാലം കർത്താവേ, അടിയൻ ഈ വചനം പറയുമ്പോൾ ചിലവരുടെ മേൽ ദൈവത്തിന്റെ കൈ അനുകൂലമാകട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്. ചിലവരുടെ മേൽ ദൈവത്തിന് കൈ അനുകൂലമാകട്ടെ. സഭ ഒരുമിച്ച് ഒന്ന് ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ. ഓ, ദൈവത്തിന് കൈ അനുകൂലമാകട്ടെ. പ്രതികൂലമായ കൈയെഴുത്തുകൾ മാഞ്ഞു പോകട്ടെ. പ്രാർത്ഥിച്ചേ എന്റെ വായിക്കൂടെ ദൈവം തരുന്ന വചനം ഏറ്റുപറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് കൈ അനുകൂലമാകുന്ന ഉപവാസം അത് പട്ടിണി സമരമല്ല. അത് കേവലം രാവിലെയും വൈകിട്ടും വരുന്നതല്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അപ്പന്മാര് പ്രാർത്ഥിച്ചേ, അമ്മമാര് പ്രാർത്ഥിച്ചേ. ഒരു നിമിഷം എല്ലാവരും തലമുറകളെ ഓർത്ത് പ്രാർത്ഥിച്ചേ. വിദേശത്ത് പഠിക്കുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിച്ചേ. ശക്തിയോടെ പ്രാർത്ഥിച്ചേ. അനർത്ഥങ്ങളുള്ള വണ്ടികൾ ഇടിച്ച് കൊല്ലുന്ന, കത്തിക്കുത്ത് നടത്തുന്ന പല രാജ്യങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് ഒരുത്തന്റെ കത്തി നമ്മുടെ കുഞ്ഞിന്റെ മേൽ വീഴരുത്. പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. എവിടേക്കോ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ചില അനർത്ഥങ്ങളെ ദൈവം വഴി മാറ്റി വിടുമെന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന പറയുന്നു. അമ്മമാർ പ്രാർത്ഥിച്ച് നിനക്ക് നിന്റെ തലമുറകൾക്കും വിരോധമായ കൈയെഴുത്തുകൾ. അങ്ങനെ എസ്രാ പ്രാർത്ഥിച്ചു. ഞങ്ങൾ യെരൂശലേമിൽ എത്തി. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ഞങ്ങളെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. പതിയിരിപ്പുകാരന്റെ കയ്യിൽ നിന്ന് അവൻ ഞങ്ങളെ രക്ഷിച്ചു. പ്രാർത്ഥിക്ക്. എസ്രയെ, നീ പോകുന്ന 4 മാസത്തിന്റെ യാത്രയ്ക്കകത്ത് കൊള്ളക്കാരുണ്ട്, കാട്ടുകൊള്ളക്കാരുണ്ട്, പതിയിരിപ്പുകാരുണ്ട്. നിന്റെ കയ്യിൽ സ്വർണമുണ്ട്, നിന്റെ കയ്യിൽ വെള്ളിയുണ്ട്, വെള്ളിപ്പാത്രങ്ങളുണ്ട്. ഇത് യെരൂശലേമിൽ എത്തിക്കണം. പക്ഷെ കൂടെ ആരുമില്ല. പക്ഷെ ഒറ്റ ഉപവാസം കാട്ടുകൊള്ളക്കാരെ മാറ്റി നിർത്തിയെങ്കിൽ, പതിയിരിപ്പുകാരെ മാറ്റിയെങ്കിൽ, ദൈവം മുൻപടയും പിൻപടയുമായി നിന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൈ അനുകൂലമായി വരട്ടെ. പ്രാർത്ഥിച്ചു തിരിക്ക്, പ്രാർത്ഥിച്ചു പ്രാപിക്ക. നിർത്താതെ പ്രാർത്ഥിക്ക്. ഉപവാസവും പ്രാർത്ഥനയാണല്ലോ. കേട്ട ദൂതുകൾ കുഞ്ഞുങ്ങളുടെ മേൽ ഇട്, ഭർത്താക്കന്മാരുടെ മേൽ ഇട്, കൊച്ചുമക്കളുടെ മേൽ ഇട്, മരുമക്കളുടെ മേൽ ഇട്. ചില വസ്തു സംബന്ധമായ ചില പോരുകളെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം തൊടുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പ്രാർത്ഥിക്ക്. ചില വസ്തുവിന്റെ മേലുള്ള പോരുകൾ പ്രാർത്ഥിക്ക്. ചില പ്ലോട്ടുകൾ വിൽക്കാൻ കിടപ്പുണ്ട്. പക്ഷെ അതിന് മേലൊരു പോര് കിടക്കുക. എല്ലാവരും വരും, വില പറയും, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്ക്. കർത്താവേ, അത് വിറ്റുപോയാൽ ഒരു നന്മയാണ്. ദൈവ വേലയ്ക്ക് ഞാൻ മാറ്റിവെച്ചേക്കാം. ദൈവത്തിന്റെ വേലയ്ക്ക്, മിഷന് വേണ്ടി ഞാൻ മാറ്റിവെക്കാമേ. അപ്പാ, ആ ദുഷ്ടന്റെ കയ്യ് ഒന്ന് ശാസിക്കണമേ. അതിനോടൊന്ന് പോകാൻ കൽപ്പിക്കണം. പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. ചില വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ശക്തിയോടെ പ്രാർത്ഥിക്ക്. ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. സ്തോത്രം. പ്രാർത്ഥിക്ക്. സ്തോത്രം. അവൻ ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങൾ യെരൂശലേമിൽ എത്തി. ഒരു വഴിയിലും ഒരു കൊള്ളക്കാരനും ഞങ്ങളെ കാണാതെ വേണം
ദൈവം ഞങ്ങളെ മറച്ചു. ഒരുത്തന്റെ ഹൃദയം ഞങ്ങളിലേക്ക് നോക്കാതെ വേണം ദൈവം മറച്ചു. ഇതാ ഉപവാസം, ഇതാ ഉപവാസം. ചർച്ചിന്റെ ഹോളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് നിന്റെ കുടുംബത്തിനും ഈ ദൈവസഭയ്ക്കും വിരോധമായ എല്ലാ ശക്തികളെയും ദൈവം തട്ടി മാറ്റുന്നത് ആത്മാവിലൊന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഉപവാസത്തിന്റെ ജയം എന്ന് പറയുന്നത് ദൂത് കേൾക്കുന്നത് മാത്രമല്ല, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചെങ്കിൽ ഉറപ്പാ മറുപടി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, ദൈവത്തിന്റെ കൈ അനുകൂലമായി വന്നു. അവൻ ഞങ്ങളെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു, അവൻ ഞങ്ങളെ പതിയിരിപ്പാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ യെരൂശലേമിലെത്തി. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ജോലികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എങ്ങും പോയി കുരുങ്ങി വീഴാതെ വേണം ഈ ഉപവാസം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും സമ്പത്തിനും 2025 പ്രൊട്ടക്ഷനായി പിശാച് എടുത്തു കളഞ്ഞത് മടക്കിയെടുക്കുന്ന ഒരു പ്രാർത്ഥനയായി സ്വർഗം തീർക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ഉപവാസം വലിയൊരു ഉപവാസമായിരുന്നു. നമ്മൾ എസ്രയുടെ പുസ്തകം എടുത്ത് വെച്ച് പഠിക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. എസ്ര അങ്ങനെ യെരൂശലേമിലെത്തി, സാധനം തൂക്കിക്കൊടുത്തു, ദൈവത്തിൻ്റെ ആലയത്തിന് പണി നടന്നു. ഉപവാസത്തിൽ ആലയത്തിനകത്ത് വിടുതൽ നടക്കണം. ഉള്ളത് പോകാതെയും പുതിയത് വരാനും ഒക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. കേൾക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ഉള്ളതിനെ എടുത്തു കളയാൻ പിശാച് നോക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, വായയ്ക്കൊന്ന് തുറക്കുക. നമ്മുടെ കൂടെ ആരാധിക്കുന്ന ഒന്നും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനൊന്ന് ഒരാത്മഭാരത്തോടൊന്ന് സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്ത് വാ തുറന്നേ, വാ തുറന്നേ, വാ തുറന്നേ. പ്രാർത്ഥന പോരാളികളല്ലേ? ദൂത് കേൾക്കുമ്പോൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണ്ടേ? ഉള്ളതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ, സ്തോത്രം, ഉള്ളതിനെ പറിച്ചെടുത്ത് കളയാതിരിക്കാൻ പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. നഷ്ടപ്പെട്ടിട്ട് വഴിയിൽ പോയി കുരുങ്ങി നിത്യത നഷ്ടപ്പെടാൻ ഇടവരാതിരിക്കാൻ സഭയൊന്ന് ശക്തിയോടെ പ്രാർത്ഥിച്ചേ. അപ്പോൾ തന്നെ ചിലത് കയറി വരട്ടെ, ചിലത് കയറി വരട്ടെ. വഴി തടയുന്ന പോരുകൾ, വഴി തടയുന്ന പോരുകൾ, വഴി തടയുന്ന പോരുകൾ, വഴി തടയുന്ന പോരുകൾ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. Hallelujah, hallelujah, hallelujah. Shabarada rada rada veda rada rigabara rada rada veda rada sharadana dana dana veda rada rada rada. പ്രാർത്ഥനയാലും ഉപവാസത്താലും പ്രാർത്ഥനയാലും ജാതികൾ നീങ്ങിപ്പോകട്ടെ, ജാതികൾ നീങ്ങിപ്പോകട്ടെ, ജാതികൾ നീങ്ങിപ്പോകട്ടെ, ജാതികൾ നീങ്ങിപ്പോകട്ടെ. അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സഭയാകുന്ന കുടുംബങ്ങൾക്കെല്ലാം ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ. സഭയാകുന്ന കുടുംബങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ ദൂതന്മാർ കാവൽ നിൽക്കട്ടെ. ഒരു വലിയ പെരുപ്പം ഈ സഭയ്ക്കകത്തുണ്ടാകട്ടെ. ചില പുതിയ കുടുംബങ്ങൾ കടന്നു വരട്ടെ, ചില പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കടന്നു വരട്ടെ, യേശുവിനെ അറിയാത്ത കുഞ്ഞുങ്ങൾ കടന്നു വരട്ടെ. എല്ലാവരുടെ അകത്തും ആത്മാവിൻ്റെ ഒരു ദാഹം, ആത്മാക്കളെ പറ്റി ഒരു ഭാരമുണ്ടാകട്ടെ. ആത്മഭാരമുള്ളൊരു സഭയായി, ആത്മഭാരമുള്ള സഭയായി, കാണുന്നവരോടെല്ലാവരും യേശുവിനെ പറ്റി പറയുന്നൊരു സഭയായി. ശാബരാധ വേദരാധ രീഗബാര രംദനാഥ വേദരാധ രീഗബാർ ഹസ്തനാഥ വേദരാധ രംദരാധ വേദര. അകത്തെ മനുഷ്യനിൽ നിന്ന് ദൈവത്തിന് ദൈവീക ലാംഗ്വേജുകളോട് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ദൈവത്തിൻ്റെ ആത്മാവ് പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എടുക്കാൻ കൊണ്ടുവന്ന പകുതി ഏരിയ പോലും എനിക്ക് ഒന്നാം സെക്ഷനിൽ തൊടാൻ പറ്റിയില്ലെങ്കിലും ഒരു സെക്ഷനൂടെ, ഒരു ഏരിയയുടെ ഒന്ന് തൊട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 58-ാം അധ്യായത്തിലേക്ക് ഒന്ന് ഓടിക്കേറി, ഒന്ന് വേഗത്തിൽ ഒന്ന് ഓടിക്കേറാം, ഒന്ന് ഓടിക്കേറി. ഉപവസിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ചില്ലേ പ്രാർത്ഥന കിട്ടത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു 2 ഏരിയ ഞാനൊന്ന് തൊടാം.
യെശയ്യാവിൻ്റെ പ്രവചനം 58-ാം അധ്യായം 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. ഐസയ 58:3. ക്വസ്റ്റ്യനാണ്, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നതും നീ നോക്കാതെ ഇരിക്കുന്നതും എന്ത്? എല്ലാവരും ആ വചനം കണ്ടായിരുന്നു? ഐസയ 58 അതിൻ്റെ 3. And wherefore have we fasted, say then, and you see not. കണ്ടോ ആ വ്യത്യാസം? മനസ്സിലായോ? അവരുപവസിച്ചു, പക്ഷെ ദൈവം ശ്രദ്ധിച്ചില്ല. ഹലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? കണ്ടോ? അപ്പൊ ഇവരോട് ദൈവം പറഞ്ഞു ഉപവസിക്കാൻ പറഞ്ഞു. ഇവർ ഉപവസിക്കേണ്ടുന്ന ദിവസം ദൈവം ആഗ്രഹിച്ച അളവിൽ ഇവർ ഉപവസിച്ചില്ല. അപ്പൊ ഇവരുടെ ഉപവാസം എന്ത് ചെയ്തു? ദൈവം ക്യാൻസൽ ചെയ്തു. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സഭകളിൽ നടക്കുന്ന 100% ഉപവാസം 90% ദൈവം കേൾക്കത്തില്ല. കാരണം എങ്ങനെ ഉപവസിക്കണമെന്ന് നമുക്കറിയത്തില്ല. ആ ക്വസ്റ്റ്യൻ കണ്ടോ? ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ഞങ്ങൾ ഉപവസിച്ചു, പക്ഷെ ദൈവമേ നീ ഞങ്ങളെ മൈൻഡ് പോലും ചെയ്തില്ല. ഇത്രയും മനസ്സിലായോ? ഹലോ, അപ്പോൾ ഉപവസിച്ചു, പക്ഷെ ദൈവം എന്ത് ചെയ്തില്ല? നോക്കിയേ പോലുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ആത്മതപനം ചെയ്യുന്നത് എന്ത്? നീ അറിയാതിരിക്കുന്നത് എന്ത്? Wherefore have we afflicted our soul and take no knowledge. കണ്ടോ? ഹലോ, കണ്ടോ? രാവിലെ തൊട്ട് നിങ്ങളോടൊപ്പം ഞാനും ആത്മതപനം ചെയ്യുക, കരയുകയും ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും എൻകറേജ് ചെയ്യുകയും, പക്ഷെ ദൈവം ചലിക്കുന്നേ ഇല്ല. ഹലോ, ഒന്ന്, അവർ ഉപവസിച്ചു, ദൈവം നോക്കിയതേ ഇല്ല. 2, അവരാത്മാവിന് ചിലതൊക്കെ വിളിച്ചു പറഞ്ഞ് കുറച്ചു നേരമൊക്കെ കരഞ്ഞു, ദൈവം ഒട്ടും മൈൻഡ് ചെയ്തില്ല. ഇങ്ങനെയുണ്ടോ? ഇങ്ങനെയൊക്കെ ദൈവം ചെയ്യുമോ? ഇതൊക്കെ അറിയണം. ഇനി നോക്കി, എന്തുകൊണ്ട് ദൈവം ഉപവാസം ശ്രദ്ധിച്ചില്ല? എന്തുകൊണ്ട് മറുപടി കൊടുത്തില്ല? കേൾക്കുന്നുണ്ടോ? നമുക്ക് ആ വചനത്തിലേക്ക് നോക്കാം. അവിടെ തന്നെ പറയുക, ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങൾ എല്ലാവരെ കൊണ്ടും അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ഉപവസിക്കുന്ന ദിവസം എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ള കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല. ഇത് നമ്മൾ ഉപവസിക്കുന്ന ദിവസം രാവിലെയും 10 മണി വരെ കിച്ചണിലാണ്, ചെന്ന് കഴിഞ്ഞിട്ട് ഉള്ള കറിയൊക്കെ ചൂടാക്കി വീണ്ടും കിച്ചണിലാണ്, വൈകിട്ടൊരു ചായ ഇടാൻ കിച്ചണിലാണ്, രാത്രി വരുന്ന കാര്യത്തിന് ഓട്സും കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കാൻ കിച്ചണിലാണ്. പക്ഷെ നമ്മൾ എന്തിലാ? ഉപവാസത്തിലാ. ദൈവം പറയും, സോറി മോളെ. കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ നേരത്തെ ക്രമീകരിച്ച്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, 21 ദിവസമൊക്കെ ഉപവസിക്കുമ്പം വളരെ പ്രാർത്ഥിച്ചിട്ടേ ഇരിക്കാം. അല്ലെങ്കിൽ നമുക്ക് അൾസർ വരുമെന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞേ, ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് കേട്ട ദൂത് വചനം പോരുന്ന് പ്രാർത്ഥിക്കാൻ. ദൈവം നോക്കുന്ന ഇതാ, നിങ്ങൾ ഉപവസിക്കുന്ന ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കാര്യാദികളെ നോക്കുക. ഇങ്ങോട്ട് നോക്കാവോ? ദൈവം നോക്കിയപ്പോഴേ വസ്ത്രം മാറി. അവർ ശണവസ്ത്രം ഇട്ടു, കുറെ ചാരമെല്ലാം കൂടെ വാരി മുഖത്തൊക്കെ തേച്ചു. ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുപോകാനാ ഈ ഉപവാസം. ദൈവം പറഞ്ഞു. എന്നിട്ടൊരു കാര്യമുണ്ട്, നിങ്ങളെ ഞെരുക്കുന്ന നെബൂഖദ്നേസറിനെ തോൽപ്പിക്കാൻ ഞാൻ ഒരുത്തനെ എഴുന്നേൽപ്പിക്കും. അതെവിടുന്ന? ഇറാനിലെ ഒരു രാജകുടുംബത്തിനകത്ത് ഒരുത്തനെ ജനിപ്പിക്കും. ഇതൊന്ന് ജനിച്ച് ബലപ്പെട്ട് ഇവിടെ വരാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപവസിക്കണം. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ? ശണവസ്ത്രം ഇട്ട് ചാരമൊക്കെ ഇട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചില്ല, അനുദപിച്ചില്ല, ഏറ്റുപറഞ്ഞില്ല. കോരശ് പുറത്തു വരാൻ വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ല. ദൈവം എന്ത് ചെയ്തു? ആ ഉപവാസം ക്യാൻസൽ ചെയ്തു. അല്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്ന, ഒരു പേപ്പർ എടുക്കുക. എന്തിനാ ഉപവസിക്കുന്നത്? ആർക്ക് വേണ്ടി ഉപവസിക്കുന്നത്? എന്താ ഉപവാസത്തിലെ ആത്മീക വിഷയങ്ങൾ? എവിടേക്കാ ഭൗതിക തലത്തിൽ വിടുതൽ വേണ്ടുന്നത്? അകത്ത് സമാധാനം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ പിശാച് പിടിച്ചുകൊണ്ട് പോയി മടക്കി എടുക്കാനാണോ ഉപവസിക്കുന്നത്? ലക്ഷ്യം വേണം, അല്ലെങ്കിൽ ദൈവം കേൾക്കത്തേയില്ല. കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ഇനിയെങ്കിലും പഠിക്കണം. കുറേ എക്സാമ്പിളുമായിട്ടൊക്കെയാണ് വന്ന് തൊടാൻ സമയമില്ല. അപ്പോൾ ദൈവം എന്തോ പറഞ്ഞെന്നറിയോ? നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളെല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുന്നു. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. 10 ഗോത്രങ്ങളുണ്ട്, ഒന്നിനൊന്നിനെ കണ്ടുകൂടാ.
കേൾക്കുന്നുണ്ടോ? ഇതുകൊണ്ടാണ് സഭയ്ക്കകത്തിലും ദൈവം ഇറങ്ങി വരത്തില്ല. നമ്മളെല്ലാം ഉപവസിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നിനൊന്നിനെ കണ്ടുകൂടാ. അപ്പം തമ്പുരാൻ പറയാ, മക്കളെ ഞാൻ ഇറങ്ങി വരത്തില്ല. കണ്ടോ, ഞാനത് പറഞ്ഞു, ഇതെല്ലാം ദൈവം കണ്ടെത്തി. ഇവർ ബാബിലോണി ഉപവസിക്കാൻ ഇതൊക്കെ ചെയ്യുമ്പം സ്വർഗത്തിരുന്ന ദൈവം പറഞ്ഞു, ഈ ഉപവാസത്തിനെ മറുപടി തരുത്തില്ല. നമ്മൾ ആ കൂട്ടത്തിലാകരുത്, അജ്ഞരാകരുത്. എന്നിട്ട് തമ്പുരാൻ 4-ാം വാക്യത്തിലൊരു വാക്ക് പറഞ്ഞു. എന്താണ് ഞാൻ പ്രസാദിക്കുന്ന ഉപവാസം? കേൾക്കുന്നുണ്ടോ? 58:4 പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്. കണ്ടോ? അപ്പൊ ദൈവം ഇഷ്ടപ്പെടുന്ന ഉപവാസം ഒന്ന് അണ്ടർലൈൻ ചെയ്തു. ദൈവം ഇഷ്ടപ്പെടുന്ന ഉപവാസം, ഉപവസിക്കുന്ന വ്യക്തികൾ താഴ്ത്തി നീണ്ട പ്രാർത്ഥനകൾ ഇരിക്കണം. സമയമില്ലെന്നൊന്നും പറഞ്ഞാൽ തമ്പുരാൻ മൈൻഡ് ചെയ്ത്. കണ്ടോ, തമ്പുരാൻ പറയാ, നീ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? വഴക്കടിക്കരുത്, വേണ്ടാത്തത് പറയരുത്. നിങ്ങളുടെ അകത്തൊരു ക്ലാരിറ്റി വേണം, എല്ലാവരും ഒന്നായിരിക്കണം. നിങ്ങൾ നോമ്പ് നോക്കിയാൽ ഞാൻ പ്രാർത്ഥന കേൾക്കും. ഇനിയുള്ള 14 ദിവസം പ്രാർത്ഥനയ്ക്ക് മറുപടി വേണോ? അതോ ഇനി 14 പാസ്റ്റർമാരെ കാണാനാണോ നമ്മൾ രാവിലെ പോയിട്ടും വരാൻ പോകുന്നത്? എൻ്റെ പ്രിയരെ, ഒന്നും നടക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ ഹൃദയത്തെയും ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളിനെയും നമ്മൾ പഠിച്ചിരിക്കണം. ഇത്രയും കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തൊട്ട് കേട്ടു, കുറേ കാര്യങ്ങൾ നമ്മൾ ആത്മാവിൽ കേട്ടു. പോയ ശക്തി എന്ത് ചെയ്യണം? മടക്കിയെടുക്കുന്നതിനായിരിക്കണം ഉപവാസമെന്ന് നമ്മൾ കേട്ടു. രണ്ടാമത് നമ്മളിപ്പം പിന്നെ കേട്ടു, വിഷയങ്ങൾ ഫോക്കസ് ചെയ്ത് ഉപവസിച്ചിരിക്കണം. യസ്ര ഉപവസിച്ചു, മറുപടി കിട്ടി. ഉപവസിക്കുന്ന ദിവസം നമ്മൾ എന്ത് ചെയ്തിരിക്കണം എന്നറിയാമോ? പ്രാർത്ഥിച്ചിരിക്കണം. പ്രാർത്ഥനയില്ലാത്ത ഒരു ഉപവാസത്തിനും ദയവായിട്ട് നിങ്ങൾ ദൈവത്തിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കരുത്. രാവിലെ വരുന്നതിന് മുമ്പ് 14 ദിവസവും രാവിലെ വരുന്നതിന് മുമ്പ് അതിരാവിലെ ഒന്ന് എഴുന്നേറ്റ് കുറച്ചു നേരം പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടേ വരാവൂ. സ്തോത്രം. രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നൊരു 5 മിനിറ്റെങ്കിലും വിശ്രമിക്കുന്നതിന് മുമ്പ് ഒരു സ്തോത്രം പറഞ്ഞിട്ട് വിശ്രമിച്ച് എഴുന്നേറ്റ് പായിട്ട് പ്രാർത്ഥിക്കാതെ വൈകിട്ട് വരല്. വൈകിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് എന്തെങ്കിലും ഉപവാസ ദിവസമാണ്, 10 മണിക്കല്ലേ ഉറങ്ങത്തുള്ളൂ. സ്തോത്രം. ഒരു 10-20 മിനിറ്റെങ്കിലും സ്തോത്രം പറഞ്ഞ വിഷയത്തിന് പ്രാർത്ഥിക്കുക. ഞാൻ ഗ്യാരണ്ടീഡ് പറയാം, നിങ്ങളുടെ ഉപവാസത്തിന് ദൈവം മറുപടി തരും. കേൾക്കുന്നുണ്ടോ? കേട്ടോ? സ്തോത്രം. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, യസ്രയുടെ ഉപവാസത്തിൽ പകൽ നേരം അവരെന്ത് ചെയ്യുമായിരുന്നറിയോ? 3 മണിക്കൂർ ന്യായപ്രമാണം വായിക്കുമായിരുന്നു. 3 മണിക്കൂർ പാപത്തെ ഏറ്റു പറയായിരുന്നു. സ്തോത്രം. എൻ്റെ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 മണിക്കൂർ അവർ വചനം വായിക്കുമായിരുന്നു, 3 മണിക്കൂർ പാപം ഏറ്റുപറയുമായിരുന്നു ഉപവാസത്തിൽ. നെഹമ്യാവ് 9:1-3 നിങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, 14 ദിവസം കൊണ്ട് മറുപടി വരട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാം. എല്ലാവരും എന്നോടൊപ്പം ഒന്ന് കണ്ണടയ്ക്കാം. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. അപ്പോൾ നീ വിളിക്കും, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിന്റെ മുമ്പിൽ വെളിപ്പെടും. യഹോവയുടെ മഹത്വം നിന്റെ വീട്ടിൽ ഇറങ്ങും. നീ നിലവിളിക്കും, യഹോവ നിനക്ക് ഉത്തരമരുളും. വരണ്ട നിലങ്ങളിലും ദൈവം നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. വറ്റിപ്പോകാത്തൊരു ഉറവ പോലെ ദൈവം നിന്നെ ആക്കും. നിന്റെ സന്തതിയെ കൊണ്ട് ദൈവം ചിലതൊക്കെ പണിതെടുപ്പിക്കും. സ്തോത്രം. പാതകളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. ദേശത്തിൻ്റെ അവകാശങ്ങൾ ഞാൻ നിനക്കും നിൻ്റെ തലമുറകൾക്കും തരും. നല്ല ഉപവാസം കഴിഞ്ഞപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞ ദൂത, നല്ല പിതാവേ സ്വർഗസ്ഥനെ, 1-ാമത്തെ സെക്ഷനിൽ 7-ാം ദിവസം ഞങ്ങളെങ്ങനെ ഉപവസിക്കണമെന്നും ഉപവസിക്കുമ്പോൾ ഞങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ലക്ഷ്യത്തോടെ പ്രാർത്ഥിക്കണമെന്നും ശക്തിയെ മടക്കിയെടുക്കണമെന്നും സർവ്വലോകവും ദുഷ്ടൻ്റെ കീഴിലാണെന്നും ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണെന്നുമുള്ള ഈ നല്ല വചനങ്ങൾ കേട്ട് ഇന്നു മുതൽ ഈ ദൈവസഭ ഒരു ട്രൂ ഫാസ്റ്റിങ്ങിലേക്ക്
താഴ്ത്തിയുള്ള ഫാസ്റ്റിങ്ങിലേക്ക്, കുടുംബത്തിന് വേണ്ടിയുള്ള ഫാസ്റ്റിങ്ങിലേക്ക്, കുഞ്ഞുങ്ങളെ മടങ്ങി വരവിന് വേണ്ടിയുള്ള ഫാസ്റ്റിങ്ങിലേക്ക്, വിടുതലുകൾക്കായുള്ള ഫാസ്റ്റിങ്ങിലേക്ക്, മധ്യസ്ഥ പ്രാർത്ഥനകളിലേക്ക് ആത്മാക്കളെ ലഭിക്കപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുവാൻ മുമ്പിൽ നിൽക്കുന്ന കർത്തൃദാസന്മാരെയും കുടുംബങ്ങളെയും എൽഡേഴ്സിനെയും ഇവിടെയായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കുന്നു. പോരികളെ ശാസിക്കണം. ഇന്ന് തൊട്ട് അടുത്തൊരു റലം ഓപ്പൺ ആകട്ടെ. ഞങ്ങളുടെ ഗ്രേഡ് മാറട്ടെ. ഞങ്ങൾ പ്രാർത്ഥന ഏറ്റവും സ്നേഹിക്കുന്നവരാകട്ടെ. ഞങ്ങൾ നേക്കഡായി നടക്കാതെ പോകട്ടെ. ഞങ്ങളുടെ മേലും അകത്തും വചനമുണ്ടായിരിക്കട്ടെ. ആത്മീക, ഭൗതിക, ശാരീരിക മേഖലകളിൽ വലിയ വിടുതലുകൾ സ്വർഗം ചെയ്യണം. മഹത്വം അങ്ങയ്ക്ക് മാത്രം നൽകിത്തരും. യേശുവിൻ നാമത്തിൽ തന്നെ. Hallelujah.